ലൈവിലേക്ക് അല്ലേ, ലൈവ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മിസ്സിനൊരു ഗുഡ് ഈവനിങ് ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും തമ്മിലൊക്കെ. നമ്മുടെ ബ്രീത്തിങ്, അതേപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിൻ്റെ ചാപ്റ്ററാണ്. യെസ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഗുഡ് ഈവനിങ് നിധി, ഫ്ലോറ, ദേവിക, യെസ് യെസ് യെസ്, ജയ, രേഖ, അഭിജിത്ത്. ജയ, രേഖ 2 പേരുകളുണ്ടല്ലോ. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണോ? ഫുൾ സെറ്റ് ആയിട്ടിരിക്കുകയാണോ? ആൻഡ് എൻ്റെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ചിട്ട് വരണം. കാരണം ഇത് നമ്മുടെ +1ൻ്റെ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ +1ൻ്റെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന മക്കളാണെങ്കിൽ നോട്ടൊക്കെ വായിച്ചിട്ടാണോ വന്നത്? ഗുഡ് മോർണിംഗോ? എന്തിനാ ഇപ്പോൾ ഗുഡ് മോർണിംഗ്? അത് നാളെ രാവിലെ പറയാം. നാളെ രാവിലെയാണ് നമ്മുടെ ബാച്ച് ലൈവ് ഉള്ളത്. അടുത്ത 2 ചാപ്റ്റേഴ്സ്, എക്സ്ക്രീഷനും അതുപോലെ തന്നെ ന്യൂറൽ കൺട്രോളിൻ്റെ ചാപ്റ്റർ നാളെ രാവിലെയാണ്. അപ്പോൾ നാളെ മിസ്സിന് ഗുഡ് മോർണിംഗ് തന്നാൽ മതി. ഓക്കെ, ടെക്സ്റ്റ് വായിച്ചു. അടിപൊളി. ഇത് +2 ചാനലാണ്. നാളെ നമ്മുടെ ബാച്ചിലായിരിക്കും കേട്ടോ. അപ്പം മിസ് ചായയൊക്കെ കുടിച്ചു ഫുൾ സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും യെസ്, ഞാൻ ചില പേരുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ബാച്ചിലുള്ള കുട്ടികൾ ഓർമ്മ വരുന്നുണ്ട്. ടെക്സ്റ്റ് വായിച്ചു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചല്ലേ, പക്ഷേ എല്ലാ ക്ലാസ്സിലും നിങ്ങളോട് പറയാറുണ്ട് ടെക്സ്റ്റ് വായിച്ചു വരണം മക്കളെ. ഓക്കെ, അപ്പോൾ അതിൽ ടെക്സ്റ്റൊക്കെ വായിച്ച് ഫുൾ സെറ്റായിട്ടാണ് എൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി. ആൻഡ് ഒരു കാര്യം മക്കളെ, നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുക, ഇതിൽ +2 ചാനൽ എന്താ ഇന്ന് നമ്മൾ +2 ചാനലിൽ മിസ്സിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് കൊണ്ടാണ് ഇന്ന് +2 ചാനലിൽ പോണേ കേട്ടോ. യെസ്, അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കീം എക്സാം ഒക്കെ അടുത്തിട്ടുണ്ട്. മിസ് കീമിൻ്റെ കാര്യം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ കീം എക്സാം അടുത്തതുകൊണ്ട് തന്നെ നമ്മളുടെ അയ്യോ ഇതെന്താ ചാടിക്കളിക്കണേ. ഓക്കെ, നമ്മുടെ ഈ ഒരു ബുക്ക് നമ്മൾ നിർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇനി ബുക്ക് പോസ്റ്റലായിട്ടൊക്കെ എത്താൻ ലേറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ നീറ്റ് എക്സാമിൻ്റെ കൂടെ നിങ്ങൾക്കല്ലേ, നമ്മുടെ നീറ്റ് ക്രാഷ് ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ബുക്ക് കിട്ടുന്നില്ലേ? ഈ ഒരു ബുക്ക് വേണമെന്നുള്ളവരെല്ലാവരും ഏപ്രിൽ 23 മുൻപായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഏപ്രിൽ 23 ശേഷം ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന മക്കൾക്കൊന്നും ഈ ബുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, റെഡി? അപ്പോൾ മിസ് നിങ്ങൾ വിചാരിക്കേണ്ട, മിസ് നീറ്റ് എക്സാമിന് കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. മിസ് ഇപ്പോഴെന്തിനാണ് ബാച്ചിൻ്റെ കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നീറ്റ് കീം ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന മക്കളുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കരുതി ലേറ്റ് ആയിട്ടാവുമ്പോൾ ഇനി ആരും അഡ്മിഷൻ എടുക്കുന്നുണ്ടാവില്ല എന്ന് കരുതി. പക്ഷേ ഇപ്പോഴും നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറയണത്, ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണ് ലാസ്റ്റിലുള്ള മോക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന മക്കളുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്കിത് 10 നീറ്റ് മോക്ക് ടെസ്റ്റുകളാണ് നമ്മുടെ ഈ ഒരു നീറ്റ് കീം ക്രാഷ് ബാച്ചിൽ കിട്ടുക. അത് മാത്രമല്ല ലാസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന മക്കളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ മക്കളെ ഏപ്രിൽ 23 വരെ മാത്രമേ നമ്മുടെ ഈ ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അതിനുശേഷം പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് എത്താൻ ലേറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ഏപ്രിൽ 23 മുൻപായിട്ട് അഡ്മിഷൻ എടുക്കുക കേട്ടോ. ഇനിയും പഠിച്ചു തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷേ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കാമല്ലോ അല്ലേ? തീർന്നില്ല നമ്മൾ കരുതണ്ട. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് പഠിക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാം കൂടെ അങ്ങോട്ട് കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം സമയത്തിൻ്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട്. പക്ഷേ ഉള്ള സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ട് പഠിക്കാനുള്ളത് പഠിച്ചൂടെ അല്ലേ? ഇനിയും കറക്റ്റായിട്ട് പഠിച്ചാൽ നീറ്റ് കിട്ടുമോ? ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഇനി എത്രത്തോളം പഠിക്കും, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ എക്സാമിന് റെസ്പോണ്ട് ചെയ്യും, അതായത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും, അതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഞാൻ നിങ്ങളെ തളർത്തുന്നില്ല, അടിപൊളിയായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. യെസ് റിയ, എൻ്റെ കുട്ടികളുടെ കൂടെ നമ്മൾ എന്നും ഉണ്ടാകും. പക്ഷെ നിങ്ങൾ പഠിക്കുക. നീറ്റ് ഞാൻ എടുത്തതുകൊണ്ടോ വേറെ ആരെങ്കിലും എടുത്തതുകൊണ്ടോ മാത്രം നിങ്ങൾക്ക് കിട്ടില്ല. അതിന് നിങ്ങൾ ഓരോരുത്തരും എത്രത്തോളം ഇൻപുട്ട് ഇടുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം. ഓക്കെ, ഡൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏതാണ് ഇന്ന്? നമ്മുടെ ബ്രീത്തിങ്ങും അതേപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സും ആണ്. എല്ലാവരും സെറ്റാണോ? മിസ്സേ ഈവനിങ് കിട്ടുമോ? അതെന്താണ് നീതി അങ്ങനെ ചോദിച്ചത്? ഗുഡ് ഈവനിങ് ആണോ? ഗുഡ് ഈവനിങ് കിട്ടുമെന്നാണോ? ഗുഡ് ഈവനിങ് ഒക്കെ ചെറബറ വാരിക്കോരി തരാലോ. ഗുഡ് ഈവനിങ് ഒക്കെ കിട്ടുമോ കേട്ടോ? ഓക്കെ, ഇന്ന് ഗുഡ് ഈവനിങ് ഒക്കെ തരും. അതെ, നീറ്റ് ആക്ച്വലി ഈസിയാണ് മക്കളെ. ആരാ പറഞ്ഞത് നീറ്റ് എക്സാം ടഫാണെന്ന്? ബയോളജി പ്രത്യേകിച്ച് ഭയങ്കര ഈസിയാണ്.
നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ബ്രീത്തിങ് ആണ്. അപ്പോൾ ബ്രീത്തിങ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. ബ്രീത്തിങ്ങിൻ്റെ ചാപ്റ്റർ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ ആൻഡ് ഇതൊരു ഈസി ചാപ്റ്റർ ആണ്. അപ്പോൾ ഇത് ലാസ്റ്റിലേക്കുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർമ്മയുണ്ടാവും അല്ലേ? നമ്മുടെ ബ്രീത്തിങ് ഒക്കെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിനൊക്കെ പഠിച്ചിട്ടുണ്ടായതുകൊണ്ട് കുറച്ചും കൂടി ഓർമ്മയുണ്ടാവും എന്ന് കരുതുന്നു. എന്നാലും മിസ് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇവിടെ നിങ്ങൾ ഓർമ്മിച്ചെടുക്കേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? ഇവരൊക്കെയാണ്. ലോവർ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, പോറിഫെറ, സീലൻഡ്രേറ്റ, പ്ലാറ്റി അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം അനിമൽ കിങ്ഡത്തിൽ ഇവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ റെസ്പിറേഷൻ എങ്ങനെയാണ്? ജനറൽ അവരുടെ ബോഡി സർഫേസിലൂടെയാണ്. ഇനി ഏർത്ത്വോമും ലീച്ചും ഫ്രോഗൊക്കെ എങ്ങനെയാണ്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് ചെയ്യുന്നത്, അത് അവരുടെ സ്കിന്നിലൂടെയാണ്. ആൻഡ് ഇൻസെക്ട്, സെന്റിപീഡ്, മില്ലിപീഡ് ഒക്കെ അവർക്ക് ട്രക്കിയൽ സിസ്റ്റമാണ്, ട്രക്കിയൽ ട്യൂബാണ്. ആൻഡ് ഫിഷും ടാഡ്പോളും പ്രോൺസും ഒക്കെ ഗിൽസ് ആണ്. ആൻഡ് നമ്മളാണെങ്കിൽ എന്താണ്? ലങ്സ് ആണ്. ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഇനി നമ്മൾ റെസ്പിറേറ്ററി ഓർഗനും ആ ഒരു പാത്വേ അല്ലേ, നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു? നമ്മുടെ നോസ്ട്രലിലൂടെ വന്നിട്ട് നേസൽ ചേംബറിലൂടെ പോയിട്ട് ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോള് കടന്ന് നമ്മൾ എവിടെ എത്തും? നമ്മുടെ എയർ ആൽവിയോളയിലെത്തും. അതിൽ ഈ ആൽവിയോളൈനെയാണ് നമ്മൾ എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറയാം. അതായത് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ്. താങ്ക് യു സച്ചി കുഞ്ഞു. ഞാൻ ഇന്നൊരു അടിപൊളി വെറൈറ്റി മോഡൽ എടുത്താൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വലിക്കാം. കണ്ടോ? കൊള്ളാമല്ലേ? പൂച്ചവാല് പോലെ ഉണ്ടോ പക്ഷേ ഇവിടെ. ഓക്കെ, ഇനി ബാക്കിയുള്ളതാ നമ്മുടെ നോസ്ട്രൽ മുതൽ ബ്രോങ്കിയോള് വരെയുള്ള ഭാഗം. ബ്രോങ്കിയോള് വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രോങ്കിയോള് വരെയുള്ള ഭാഗത്തിന് നമ്മൾ കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയും. അതായത് എയർ ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വഴിയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന വഴിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയർ ചിലപ്പോൾ ചൂടുള്ള എയർ ആവാം, ചിലപ്പോൾ തണുപ്പുള്ള എയർ ആവാം. അപ്പോൾ അതിന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അതായത് 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക? 98.6 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അത് ചെയ്യുന്നത് ആരാ? നമ്മുടെ ഈ കണ്ടക്ടിങ് പാർട്ടാണ്. പിന്നെ നമ്മൾ ശ്വസിക്കുന്ന എയറിൽ എന്തെങ്കിലും ഡേർട്ടോ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യും. ഓക്കെ, രത്നപ്രിയ, യെസ് മിസ് കണ്ടിട്ടില്ല, മിസ് കാണാം കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മളുടേതാ അടുത്ത ആളെ നോക്കിക്ക്. ഇത് നിങ്ങൾ നോക്കി വെച്ചോ മക്കളെ. ഇവിടുന്ന് ചെറപറ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വരാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലങ്സ് ഒരു എയർ ടൈറ്റ് ചേംബറിലാണ്. ഒരു എയർ ടൈറ്റ് ചേംബറിലാണെന്ന് പറഞ്ഞാൽ 4 പാടുന്നും എന്ത് ചെയ്തിരിക്കുകയാണ്? ടൈറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് ടൈറ്റ് ആക്കി വെച്ചിരിക്കണേ? ഇവിടെ നമ്മുടെ റിബ്സ് ഉണ്ട്. ഓക്കെ, ഫ്രണ്ടിലായിട്ട് നമ്മുടെ സ്റ്റേർണം ഉണ്ട്, താഴെയായിട്ട് നമ്മുടെ ഡയഫ്രം ഉണ്ട്, ബാക്കിലായിട്ട് നമ്മുടെ വെർട്ടബ്രൽ കോളം അല്ലെങ്കിൽ നട്ടലുണ്ട്. അങ്ങനെ 4 സൈഡിൽ നിന്നും ഇതിനിങ്ങനെ പ്രഷറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നമ്മുടെ റിബ്സ് നോക്കിക്കഴിഞ്ഞാൽ റിബ്സിൻ്റെ ഇടയിൽ കുറച്ച് മസിൽസ് ഉണ്ട്. ഏതാ മക്കളെ ആ മസിൽസ്? റിബ്സിൻ്റെ ഇടയിലുള്ള മസിൽസ് ആരാ? യെസ്, റിബ്സിൻ്റെ ഇടയിലുള്ള മസിൽസ് ആരാണ്? ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്ന മസിൽസ് ഏതാ? പറഞ്ഞോ? റിബ്സിന്റെ ഇടയിൽ ഇവിടെ കാണുന്ന മസിൽസിന്റെ പേരെന്താ? പ്ലൂറൽ മെംബ്രെയിൻ. അത് ലങ്സിനെ കവർ ചെയ്ത മെംബ്രെയിൻ. ഓക്കെ, ഇന്റർകോസ്റ്റൽ മസിൽസ്. ഈ ഇന്റർകോസ്റ്റൽ മസിൽസും അതേപോലെ തന്നെ നമ്മളുടെ ഡയഫ്രോം. ഓക്കെ, ഡയഫ്രോം കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് മക്കളെ സംഭവിക്കുക? ഡയഫ്രോം ഇന്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്യുമ്പോൾ കാർഡിയാക് മസിൽ ഹാർട്ടിലാണ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ലങ്സ് ഉണ്ട്. ലങ്സിനെ കവർ ചെയ്ത മെംബ്രെയിൻ പ്ലൂറൽ മെംബ്രെയിൻ. ഓക്കെ, ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രം മസിലും കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കോൺട്രാക്ഷനിൽ എന്താണ് സംഭവിക്കുക? ഇവർ രണ്ടുപേരും കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അറിയില്ലേ? അതെന്താ അറിയാത്തേ? കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ആ ഒരു ഇതിങ്ങോട്ട് വന്നില്ല. പറഞ്ഞേ, ടെക്സ്റ്റ് ബുക്ക് വായിച്ചാണെങ്കിൽ അറിയേണ്ടതാണല്ലോ. എന്താ മക്കളെ സംഭവിക്കുക? ഈ 2 മസിൽസ് കാര്യമായിട്ടിരുന്ന് കോൺട്രാക്ട് ചെയ്യാണ്. വോളിയം ഇൻക്രീസ്. വെരി ഗുഡ്. എന്ത് ചെയ്യാം? ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇത് താഴും. ഓക്കെ, ഈ ഒരു ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിബ്സ് അങ്ങോട്ട് റൈസ് ആകും. അങ്ങനെ റിബ്സ് പൊന്തുമ്പോഴും ഡയഫ്രം താഴുമ്പോഴും ഇവിടെ എന്ത് ചെയ്യും? വോളിയം കൂടുന്നു. വോളിയം കൂടിയാൽ പ്രഷർ കുറയുന്നു. അപ്പോൾ എയർ ഉള്ളിലേക്ക് വരുന്നു. ഇതാണ് ഇൻസ്പിറേഷൻ്റെ സമയത്ത് സംഭവിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ്റെ സമയത്ത് സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ്പൈറേഷനിൽ നേരെ ഓപ്പോസിറ്റ് ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രം മസിൽസും റിലാക്സ് ചെയ്യും. അങ്ങനെ റിലാക്സ് ചെയ്യുമ്പോൾ ഡയഫ്രം പൊന്തി വരും, റിബ്സ് താഴ്ന്നു വരും, അവിടെ വോളിയം കുറയും, പ്രഷർ കൂടും, അപ്പോൾ എയർ പുറത്തേക്ക്.
അതാണ് എക്സ്പൈറേഷനിൽ സംഭവിക്കുക. ആൻഡ് ഇവിടെ ഇൻസ്പിറേഷനിൽ കോൺട്രാക്ഷൻ നടക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് പ്രോസസ്. എക്സ്പൈറേഷനിൽ കോൺട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഈസ് എ പാസീവ് പ്രോസസ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ പറ്റിയോ? ഓക്കെ ആണോ? ഡൺ. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ ക്വസ്റ്റ്യൻ. വേഗം ആൻസർ ചെയ്തേ. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. The figure shows a diagrammatic view of human respiratory system with labels ABCD. ABCD എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. Select the option which give correct identification, main function or characteristics. ഇതിൽ മാച്ച് ചെയ്തിരിക്കുന്നത് ഏതാണ് എൻ്റെ മക്കളൊന്ന് കറക്റ്റ് പറഞ്ഞേ. കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ആ ഭാഗം അതിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ടായിരിക്കണം പറയണത്, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചർ കറക്റ്റ് ആയിരിക്കണം പറയണത്. മിസ് നോക്കാം. കിട്ടിയോ? സിയോ ട്രക്കിയ ലോങ് ട്യൂബ് സപ്പോർട്ടഡ് ബൈ കംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്സ്. കംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിംഗ് ആണോ? എങ്ങനെയാണ് ട്രക്കിയനെ കവർ ചെയ്തിരിക്കുന്ന റിങ്സ്? എങ്ങനെയാണ്? സി ഷേപ്ഡ് ആണ്, നോട്ട് കംപ്ലീറ്റ്. അപ്പോൾ ഇത് തെറ്റാണ്. ഡി ലോവർ എൻഡ് ഓഫ് ലങ് ആണോ? അല്ല, ഡി ഡയഫ്രം ആണ്, അപ്പോൾ അതും തെറ്റാണ്. ബി പ്ലൂറൽ മെംബ്രെയിൻ ശരിയാണ്. സറൗണ്ട്സ് റിബ്സ് ആണോ? അല്ല, സറൗണ്ട്സ് ലങ്സ് ആണ്, അപ്പോൾ അതും തെറ്റാണ്. സി ആൽവിയോളായി തിൻ വാസ്കുലാർ ബാഗ്സ് എന്തിനു വേണ്ടിയിട്ട്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട്. ശരിയായോ? മനസ്സിലായോ? ആ ലൈന് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. കണ്ടോ, ഇവിടെ ഒരു കംപ്ലീറ്റ് ആണ്. നമ്മുടെ റിങ്സ് എന്താ? ഇൻകംപ്ലീറ്റ് ആണ്. മനസ്സിലായോ? യെസ്. ലങ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ. ഇതെൻ്റെ മക്കൾ ശരിയാക്കും. ലങ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ എന്ന് വെച്ചാൽ ലങ്സ് എന്തിനെ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്? ലങ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ. എന്തിൻ്റെ ഉള്ളിലാണ് ലങ്സ് ഉള്ളേ? വെരി ഗുഡ്. പ്ലൂറൽ മെംബ്രെയിൻ. പെരികാർഡിയം എന്താണ്? പെരികാർഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിൻ്റെ കവറിങ് ആണ്. പെരികോൺഡ്രിയം എന്താ നോക്കട്ടെ. ആനിമൽ കിങ്ഡം പഠിച്ച ആൾക്കാർ പറയും പെരികോൺഡ്രിയം എന്ത്, പെരിഓസ്റ്റിയം എന്ത്. ആനിമൽ കിങ്ഡം പഠിച്ച ആൾക്കാരാണെങ്കിൽ മിസ്സിൻ്റെ മാനം രക്ഷിക്കാൻ നിങ്ങളിത് പറയണം. പെരികോൺഡ്രിയം എന്താണ്, പെരിഓസ്റ്റിയം എന്താണ്? നോക്കട്ടെ. എൻ്റെ മാനം നിങ്ങൾ കപ്പൽ കയറ്റുമോ? എന്താണ് പെരികോൺഡ്രിയം, പെരിഓസ്റ്റിയം എന്താ? വെരി ഗുഡ് ദുർഗാലക്ഷ്മി. യെസ്. കോൺട്രിക്ടീസ് ഓർമ്മയില്ലേ? അപ്പോൾ ഇതെന്താണ്? കാർട്ടിലേജിൻ്റെ കവറിങ് ആണ്. കാർട്ടിലേജിൻ്റെ കവറിങ് ആണ്. ഓക്കെ. ആൻഡ് ഓസ്റ്റിക്ടീസ് അപ്പോൾ ഇതെന്താണ്? ബോണിൻ്റെ കവറിങ് ആണ്. കപ്പൽ കയറിയില്ലേ, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ. ദെൻ സ്കിൻ ഇസ് എൻ ആക്സസറി ഓർഗൻ ഫോർ റെസ്പിറേഷൻ. ആരുടെ കേസിലാണ് മക്കളെ സ്കിന്ന് റെസ്പിറേഷൻ്റെ ഓർഗൻ ആയിട്ട് വരുന്നത്? ആരുടെ കേസിലാണ് സ്കിൻ ഇസ് എൻ ആക്സസറി ഓർഗൻ ഫോർ റെസ്പിറേഷൻ? താങ്ക് യു. എൻ്റെ മാനം ഇവിടെ തന്നെ തന്നതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ. യെസ്. ഏതാണ് സ്കിൻ? ആരുടെ കേസിലാണ് റെസ്പിറേഷനെ സഹായിക്കുന്നത്? വെരി ഗുഡ്. ആരുടെയാണ്? നമ്മുടെ ഫ്രോഗിൻ്റെ കേസിലല്ലേ? ഫ്രോഗിൻ്റെ കേസിൽ എന്താണ്? നമ്മുടെ സ്കിൻ ഒരു ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ ആണ്. ദെൻ സെലക്ട് ദ കറക്റ്റ് ഈവന്റ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ്റെ സമയത്ത് നടക്കുന്ന മിസ് പറഞ്ഞില്ലേ, ആ പ്രോസസ്സ് മിസ് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ? അപ്പോൾ റെസ്പിറേഷൻ്റെ സമയത്ത് നടക്കുന്ന ഈവന്റ് ഏതാണെന്ന് പറയാം. ആ തവളയൊക്കെ ചാറ്റിൽ വന്നിട്ടുണ്ടല്ലോ. എന്നാൽ ചാടി ആൻസർ പറഞ്ഞേ. തവളയൊക്കെ വന്നതല്ലേ, എല്ലാവരും ഒന്ന് ചാടി ആൻസർ പറഞ്ഞേ. മണമല്ല, മാനം, അഭിമാനം. പറഞ്ഞേ. എ ആണോ? കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. മക്കളെ ഇതാ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ 4 എണ്ണം വായിച്ചിട്ട് നിങ്ങൾ ആൻസർ എടുത്താൽ മതി. എ ആണോ? 1 and 2. കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം, കോൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ, പൾമണറി വോളിയം ഡിക്രീസ് അല്ല ഇൻക്രീസ് ആണ്, ഇൻട്രാ പൾമണറി പ്രഷർ ഇൻക്രീസ് അല്ല ഡിക്രീസ് ആണ്. ഓക്കെ. അപ്പോൾ 1 and 2 ഓപ്ഷൻ എ. വെരി ഗുഡ്. റെഡി. ഇനി ഇതാ നമ്മൾ അടുത്തത്. ഇൻ മാൻ ആൻഡ് മാമൽസ് എയർ പാസസ് ഫ്രം ഔട്ട്സൈഡ് ഇൻ ടു ദ ലങ്സ്. പുറത്ത് നിന്ന്, ഓക്കെ, പുറത്ത് നിന്ന് നമ്മുടെ എയർ എന്ത് ചെയ്യാണ്? ഉള്ളിലേക്ക് വരികയാണ്. അയ്യോ ഇതെന്തത്? പുറത്ത് നിന്ന് എയർ ഇതാ ഉള്ളിലേക്ക് വരികയാണ്. ഓക്കെ. ഏതൊക്കെ വഴി? ഈ വഴികൾ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞേ. ഏത് വഴിയാണ് എയർ ഉള്ളിലേക്ക് വരുന്നത്? ഏത് വഴിയാണ് മക്കളെ എയർ ഉള്ളിലേക്ക് വരുന്നത്? എ ആണോ? നെയ്സൽ ക്യാവിറ്റി കഴിഞ്ഞാൽ ലാരിങ്സ് ആണോ?
നേസൽ ക്യാവിറ്റി, ലാരിങ്സ്, ഫാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾ ഇല്ലേ നോക്കാം. നേസൽ ക്യാവിറ്റി, ലാരിങ്സ്, ഫാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കിയോൾസ്, ആൽവിയോളൈ. നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കിയോൾസ്, ബ്രോങ്കൈ തെറ്റാണ്. നേസൽ ക്യാവിറ്റി ഫാരിങ്സ് അല്ല, ആദ്യം ലാരിങ്സ് ആണ്, അല്ല ഫാരിങ്സ് ലാരിങ്സ് ആണ്. ഓക്കെ, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾ ഇതല്ലേ മക്കളെ? ലാരിങ്സ് അല്ലല്ലോ ആദ്യം വരിക, ഫാരിങ്സ് അല്ലേ? ഡി. ആദ്യം എങ്ങനെയാ വരുന്നേ? ഓർമ്മയുണ്ടോ? അയ്യോ, സാരില്ല. ആദ്യം എങ്ങനെയാ വരുന്നേ? മൂക്ക്, നെയ്സൽ ക്യാവിറ്റി, ഇത് ഇയാളുടെ തല, ഇത് വായ. അയ്യോ, വായ എന്താ ഇങ്ങനെ തിരിഞ്ഞെടുക്കണേ? ഇത് വായ അല്ലേ? ഇതാണ് നെയ്സൽ ക്യാവിറ്റി. ഇതാണ് നമ്മുടെ ഫാരിങ്സ്, ഈ ജംഗ്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 ഓപ്പണിംഗ് ഉണ്ട്. ഇതാണ് ട്രക്കിയെങ്കിൽ ഇവിടെയാണ് ലാരിങ്സ്. അപ്പോൾ ഫാരിങ്സിൻ്റെ താഴെയായിട്ടാണ് ലാരിങ്സ് വരുന്നത്, സൗണ്ട് ബോക്സ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇത് നിങ്ങൾ പലപ്പോഴും ഈ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, മിസ് ഈ വോളിയൂംസിൻ്റെ എമൗണ്ട് പഠിക്കണോ? ഇവിടെ നിങ്ങൾ ആ എമൗണ്ട് പഠിക്കണം. ഈ എമൗണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. റെഡി? ഈ എമൗണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് എല്ലാവരും പഠിച്ചു വെക്കണം. റെഡി ആണോ നോക്കാൻ വേണ്ടിയിട്ട്? അല്ല, ഞാൻ ഓരോന്ന് മാർക്ക് ചെയ്യുള്ളൂ, നിങ്ങൾ പറയണം അത് ഓരോന്നും എന്താണെന്ന്. റെഡി ആണോ? നിങ്ങൾ ഓരോരുത്തരും പറയണം, മിസ് ഇത് അതാണ്, മറ്റേത് അതിതാണ് എന്ന് നിങ്ങൾ പറയണം. നെറ്റ് ഇഷ്യൂ റെഡിയായോ? റെഡി ആയില്ല? എന്നാൽ മിസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇപ്പം ശരിയാക്കാം. ഒരു മിനിറ്റേ. നെറ്റിലെന്തോ ഇഷ്യൂ ഉണ്ട്. ഇപ്പം ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാൽ നിങ്ങൾ എല്ലാവരും ഇവിടെ നോക്കിക്കോ. ഞാൻ മാർക്ക് ചെയ്യണ സാധനം എന്താന്ന് പറയണേ. ഇതെന്താ? മിസ് ഇപ്പം മാർക്ക് ചെയ്ത് ഈ സാധനം എന്താ? നെറ്റിൻ്റെ ഇഷ്യൂ നോക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്ന മിസ്സിന് മനസ്സിലായി, അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണെന്നൊന്ന് പറഞ്ഞേ. മിസ് മാർക്ക് ചെയ്ത ഈ സാധനം എന്താണ്? വാട്ട് ഇസ് ദിസ്? ഇതെന്താ? ഇതെന്താ സാധനം? എന്താ? നെറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ. നെറ്റ് നഹി, നെറ്റ് ഇപ്പം ശരിയാകും. ഇതെന്താണ്? യേ ക്യാ ഹേ? ഇതെന്താണെന്നൊന്ന് പറയാവോ? ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഈ സാധനം എന്താണെന്നൊന്ന് പറയാവോ? റെസിഡ്യുവൽ വോളിയോ? ഇതോ? നോർമൽ ഇൻസ്പിറേഷൻ, നോർമൽ എക്സ്പൈറേഷൻ, റെസിഡ്യുവൽ വോളിയാ? വെരി ഗുഡ്. TK ഫാർമർ എന്താണ്? ഇറ്റ് ഇസ് ടൈഡൽ വോളിയം. വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ. ആൻഡ് ഇത് എത്രയാണ്? 500 ml ആണ്. ഇത് എന്തായാലും പഠിക്കണം. എമൗണ്ട് ക്വസ്റ്റ്യൻ വരും. അതാണ് മിസ് ഇപ്പോൾ കാണിച്ചു തരാം. എമൗണ്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, എമൗണ്ട് ക്വസ്റ്റ്യൻ വരും. ഇത് ടൈഡൽ വോളിയം. ഇനി നോർമലി ഞാൻ ഇൻസ്പയർ ചെയ്തു, ടൈഡൽ വോളിയം 500 ml എടുത്തു. ഇത് കൂടാതെ ഞാൻ എക്സ്ട്രാ എടുക്കുകയാണ്. എത്രയായിരിക്കും ഈ എക്സ്ട്രാ എടുക്കുന്നത്? ഈ എക്സ്ട്രാ എടുക്കുന്നതിന് എന്താണ് പറയുക? എക്സ്ട്രാ എത്ര എടുക്കും? സ്റ്റക്ക് ആവുകയാണോ? അപ്പം ശരിയാക്കാം കേട്ടോ. ഇടയ്ക്ക് ബ്രേക്ക് ആവും. ശരിയാക്കാം കേട്ടോ. ഇപ്പം റെഡി ആയില്ലേ? ഇപ്പം ഒന്ന് സ്ക്രീൻ ഫുൾ ബ്ലാക്ക് ആവും, എന്നിട്ട് ശരിയാവും. ഇപ്പം കിട്ടിയോ? ഇപ്പം റെഡി ആയില്ലേ? ഇപ്പം റെഡിയായി. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇപ്പം മിസ് മാർക്ക് ചെയ്ത് എന്താണ്? ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം എന്ന് വെച്ചാൽ നോർമൽ എടുക്കുന്നതിനേക്കാൾ എക്സ്ട്രാ എടുക്കുകയാണ്. നോർമലുള്ള ടൈഡൽ വോളിയം കൂട്ടാതെ എനിക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റുന്നതാണ്. എത്രയാണ് മക്കളെ ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം? ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം എമൗണ്ട് പഠിച്ചു വെക്കണം. ഒരു 2500 to ഒരു 3000 ml വരും.
ഈ എമൗണ്ട് എക്സാമിന് ചോദ്യം വരും. 2500 to 3000 ml ആണ് ഇൻസ്പയറേറ്ററി റിസർവ് വോളിയം. അങ്ങനെയാണെങ്കിൽ ഞാൻ നോർമലി കളയുന്നത് കൂടാതെ എനിക്ക് അഡീഷണൽ ആയിട്ട് കളയാൻ പറ്റുന്നതിനെയാണ് ഞാൻ എന്ത് പറയാ, എൻ്റെ എക്സ്പൈറേറ്ററി റിസർവ് വോളിയം എന്ന് പറയാ. എത്രയാ മക്കളെ എക്സ്പൈറേറ്ററി റിസർവ് വോളിയം? എക്സ്പൈറേറ്ററി റിസർവ് വോളിയം എത്രയാ? 6000 to 8000 അല്ല കേട്ടോ, അത് മിസ് പറഞ്ഞുതരാം അതെന്താന്ന്. ഓക്കെ, എക്സ്പൈറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ 1000 to 1100 ml ആണ്. 1000 to 1100 ml ആണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പൈറേറ്ററി റിസർവ് വോളിയം. ഇനി എത്ര കളഞ്ഞാലും പോകാതെ കിടക്കുന്നതാണ് റെസിഡ്യുവൽ വോളിയം. അത് ഇതിൻ്റെ ബാക്കി മുതൽ തുടങ്ങാം. 1100 to 1200 ml ആണ്. ഓക്കെ, 1100 to 1200 ml ആണ് ഏത് വരുന്നത്, റെസിഡ്യുവൽ വോളിയം വരുന്നത്. ഇനി ബാക്കിയെല്ലാം കൂട്ടിയും കിഴിക്കലാണ്. കൂട്ടിയും കിഴിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നോക്കുക, ഈ രണ്ട് സാധനം അതാണ് നമ്മളുടെ ഇൻസ്പൈറേറ്ററി കപ്പാസിറ്റി, ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം. ഇനി ഈ രണ്ട് സാധനം ഇതാണ് നമ്മുടെ എക്സ്പൈറേറ്ററി കപ്പാസിറ്റി, ടൈഡൽ വോളിയം പ്ലസ് എക്സ്പൈറേറ്ററി റിസർവ് വോളിയം. ഓക്കെ, ഇനി അടുത്തതാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ചേരുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി, ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പൈറേറ്ററി റിസർവ് വോളിയം. ഇത് കണക്ക് കൂട്ടി ചോദിക്കാൻ വരും. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പൈറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡ്യുവൽ വോളിയം. ഓക്കെ, ഇനി ലാസ്റ്റതാണ് നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി. എല്ലാം കൂടെ ചേരും. ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം, എക്സ്പൈറേറ്ററി റിസർവ് വോളിയം, ദെൻ റെസിഡ്യുവൽ വോളിയം. ഓക്കെ, റെഡി? ഓക്കെ ആണോ? ഇത് എക്സാമിന് ചോദിക്കും. അതായത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഇതിൽ നേരത്തെ ആരൊക്കെയോ പറഞ്ഞു 6000 to 8000. എന്താ ഈ 6000 to 8000? അതായത് ഒരാളുടെ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറഞ്ഞാൽ 12 to 16 ആണ്. ഒരു മിനിറ്റിൽ ഒരാൾ എത്ര തവണ ബ്രെത്ത് എടുക്കും? 12 to 16 തവണ എടുക്കും. ഈ 12 to 16 തവണ എടുക്കുന്നത് എന്താണ്? നോർമൽ വോളിയമാണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ 500 ആണ്. അപ്പോൾ 12 into 500 നമുക്കൊരു 6000, 16 into 500 നമുക്കൊരു 8000. അതാണ് നിങ്ങൾ പറഞ്ഞ 6000 to 8000 ml ഒരാൾ ഒരു ഇൻഡിവിജ്വൽ എടുക്കുന്നത്. ഓക്കെ, റെഡി ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരും. ഈ ഇക്വേഷൻസ് നല്ല പോലെ പഠിച്ചു വെച്ചോളൂ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻസ് എക്സാമിന് ചോദിക്കും. ഇക്വേഷൻസ് സെറ്റായോ പക്ഷെ ഇവിടെ എല്ലാം ഒന്നുകൂടെ നിങ്ങൾക്ക് നീറ്റാക്കി എഴുതി വെച്ച് തരാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതാം. ഞാൻ എഴുതുന്നില്ല, ഞാനിങ്ങനെ എഴുതുന്നതുകൊണ്ട് എന്താ കാര്യം? എന്താണ് ഇൻസ്പൈറേറ്ററി കപ്പാസിറ്റി, എന്താണ് എക്സ്പൈറേറ്ററി കപ്പാസിറ്റി, എന്താണ് വൈറ്റൽ കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി, ടോട്ടൽ ലങ് കപ്പാസിറ്റി. എല്ലാവരും ഈ ഇക്വേഷൻസ് ഒന്ന് എഴുതിയേ. ചാറ്റിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഇക്വേഷൻസ് എഴുതാം. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഓക്കെ, ഞാൻ വോളിയൂംസ് ഇവിടെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എഴുതാണ്. ടൈഡൽ വോളിയം 500, ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം 2500 to 3000, ആൻഡ് എക്സ്പൈറേറ്ററി റിസർവ് വോളിയം 1000 to 1100. ഓക്കെ, ആൻഡ് റെസിഡ്യുവൽ വോളിയം 1100 to 1200. ഇത് എത്രയാ? ഓക്കെ, യെസ്. ഇക്വേഷൻസ് എഴുതുമോ എല്ലാവരും ഒന്ന് ചാറ്റിൽ? വെരി ഗുഡ് ഹെന്ന. ഐ സി എന്ന് പറഞ്ഞാൽ എത്രയാ? ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം. പിന്നെ വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെയോ? പിന്നെ ഏതാ വരിക? എക്സ്പൈറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം പ്ലസ് എക്സ്പൈറേറ്ററി റിസർവ് വോളിയം. പിന്നെ അടുത്ത എന്നാ വരിക? അടുത്ത എന്താ വരിക? അടുത്ത എന്താ വരിക? വെരി ഗുഡ്, യെസ് സജി കുഞ്ഞു, വെരി ഗുഡ്. അടുത്ത വൈറ്റൽ കപ്പാസിറ്റി എന്താ വരിക മക്കളെ? ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പൈറേറ്ററി റിസർവ് വോളിയം, എല്ലാം കൂടെ ആയിട്ട്. വെരി ഗുഡ്. ഇനി അടുത്തതോ? വെരി ഗുഡ്.
ഫങ്ഷണൽ റെസിഡ്യൂൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി കളയാതെ നമ്മുടെ ലങ്സിൽ എത്ര ബാക്കി ഉണ്ടാകും. ആൻഡ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എല്ലാം കൂട്ടാം. ഓക്കെ ആണോ? റെഡി ആണോ? റെഡി. ഇവിടെ മിസ്സിന് ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. മിസ് ഒന്നുകൂടി ക്ലാസ് നോക്കട്ടെ. ഇത് +2 ചാനലിലാണല്ലേ. വരുന്നുണ്ട് ഗൈസ്. നെറ്റ് പോയിട്ടില്ല ആക്ച്വലി. നിങ്ങളിങ്ങനെ വട്ടം ഇടാതിരിക്കുമോ? വട്ടം ഇടാതിരിക്കുമോ? ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്നോട് സൂപ്പറാന്നൊക്കെ പറഞ്ഞ് മിണ്ടൂല കേട്ടോ. നിങ്ങൾ എന്നോട് പറഞ്ഞില്ല ഇത് സൂപ്പറാണെന്നൊക്കെ, പക്ഷെ ഇത് ചെരിഞ്ഞാണല്ലോ ഉള്ളത്. എനിക്കൊരു സൈഡിലേക്ക് ചെരിച്ചിലുണ്ട് മക്കളെ. ഇപ്പം റെഡിയല്ലേ? നോക്കുമ്പോൾ എൻ്റെ മുടിയുണ്ട് ഒരു പ്രാവശ്യം ചെരിഞ്ഞിട്ട്. ഇപ്പം റെഡി ആയോ? സ്റ്റക്കാണോ ഇപ്പോഴും? ഇടയ്ക്ക് സ്റ്റക്കാവുന്നു. ഇപ്പം റെഡി ആയോ? ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഓക്കെ ആയോ? ഞാൻ വലിച്ചു കളിച്ചപ്പോൾ ചെരിഞ്ഞാണോ? ഓക്കെ, എന്നാൽ ഇനി വലിക്കുന്നില്ല, ഞാൻ തൊടണില്ല അത്. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയോ? ഞാൻ വലിച്ചു കളിച്ചപ്പോൾ ചെരിഞ്ഞാണോ? ഓക്കെ, എന്നാൽ ഇനി വലിക്കുന്നില്ല, ഞാൻ തൊടണി ചെരിഞ്ഞാണോ? ഓക്കെ, എന്നാൽ ഇനി സ്റ്റക്കുണ്ട്. പ്ലസ് സ്റ്റക്കാണല്ലേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ട്രൈ ചെയ്യാം. എന്താ ഡബിളായിട്ട് പറയണേ? ഇപ്പം ശരിയാക്കാം കേട്ടോ. നമ്മൾ ഓൺ ദ വേ ടു ശരിയാക്കൽ. ഇപ്പം സ്റ്റക്ക് ഉണ്ടോ? ബസ് പറയണത് കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോഴും ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇപ്പം റെഡിയായോ? ഇപ്പം ഫുൾ സെറ്റാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം ചാടി പോകാം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക്. ഞാൻ പിടിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ടൈഡൽ വോളിയം ആൻഡ് എക്സ്പയറേറ്ററി റിസർവ് വോളിയം ഓഫ് എൻ അത്ലറ്റ് എത്രയാണ്? ഒരാളുടെ ടൈഡൽ വോളിയം 500 ml എക്സ്പയറേറ്ററി റിസർവ് വോളിയം 1000 ml ആണ്. ഓക്കെ, 1000 ml ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി എസ് എക്സ്പയറേറ്ററി കപ്പാസിറ്റി? എന്താ ചോദിച്ചിരിക്കണേ? എക്സ്പയറേറ്ററി കപ്പാസിറ്റി. വേഗം കൂട്ടിയിട്ട് പറഞ്ഞോ എത്രയാണ്? അങ്ങനെയാണെങ്കിൽ അയാളുടെ എക്സ്പയറേറ്ററി കപ്പാസിറ്റി എത്രയാ മക്കളെ? അയാളുടെ എക്സ്പയറേറ്ററി കപ്പാസിറ്റി എത്രയാണ്? അയാളുടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്? ടൈഡൽ വോളിയം തന്നിട്ടുണ്ട്, പ്ലസ് എക്സ്പയറേറ്ററി റിസർവ് വോളിയം തന്നിട്ടുണ്ട്. അപ്പം അത് രണ്ടും അങ്ങ് കൂട്ടിയാൽ പണി കിട്ടി അല്ലേ? 1000, 500, 1500. സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് പറയാം കേട്ടോ. നോക്കിക്കോ, എന്നിട്ട് വേഗം ആൻസർ പറഞ്ഞ മിസ്സും കണ്ടുപിടിക്കാം. എക്സ്പയറേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ.
Intrapulmonary pressure is lower than the atmospheric pressure during inspiration. Inspiration occurs when atmospheric pressure is less than intrapulmonary pressure. Expiration is initiated due to the contraction of diaphragm. ഏതാണ് correct? ഏതാണ് correct? Very good. B ആണ് നമ്മുടെ correct answer. Intrapulmonary pressure എന്ന് പറഞ്ഞാൽ ലങ്സിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയുമ്പോൾ അല്ല അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറയുമ്പോഴാണ് ഇൻസ്പൈറേഷൻ നടക്കുക അല്ലേ? ഇത് നോക്കിയാൽ ഇൻസ്പൈറേഷൻ ഒക്കേഴ്സ് വെൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇസ് ലെസ് ദാൻ ഇൻട്രാപൾമണറി ആണോ? അങ്ങനെയാണെങ്കിൽ പുറത്തേക്കാണ് പോവുക. എക്സ്പൈറേഷൻ ഇസ് ഇനീഷ്യേറ്റഡ് ഡ്യൂ ടു ദ കോൺട്രാക്ഷൻ ആണോ? അല്ല, റിലാക്സേഷൻ ആണ്. എക്സ്പൈറേഷൻ ഒക്കർ ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ ആണോ? അല്ല, അല്ലേ? ഇൻസ്പിറേഷൻ ആണ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിനെ കൊണ്ട് നടക്കുന്നത്. കാരണം എക്സ്പൈറേഷൻ ഇസ് എ പാസീവ് പ്രോസസ്. അപ്പോൾ ഇവരുടെ കോൺട്രാക്ഷൻ്റെ ആവശ്യമില്ല. റെഡി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഐറ്റം ഗിവൺ ഇൻ കോളം 1 ആൻഡ് കോളം 2 എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കുക. വേഗം മാച്ച് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിച്ചേ. നോക്കട്ടെ ആരാണ് ആദ്യം കണ്ടുപിടിക്കാന്ന്. മിസ് ഇവിടെ മാച്ച് ചെയ്യാം. എനിക്ക് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയോ? മിസ്സിന് കിട്ടി, നിങ്ങൾക്ക് കിട്ടിയോ? വെരി ഗുഡ്. ഏതാണ്? നമ്മുടെ ബി ആണ്. മിസ് എങ്ങനെ കണ്ടുപിടിച്ചേ? ടൈഡൽ വോളിയം 500. അപ്പോൾ എ എനിക്ക് എന്താണ്? 3. A3 വരുന്ന 2 ഓപ്ഷൻസ് ആണ്. ഇനി ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം 2500 to 3000. അപ്പോൾ B1 ആണ്. B1 വരുന്ന ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ. B again. Yes, you again. Then lungs are made up of air-filled sacs. They alveoli. They do not collapse even after forceful expiration. Forceful ആയിട്ട് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാലും alveoli collapsed ആവില്ല. കാരണം എന്താ? ഫോഴ്സ്ഫുള്ളി ഫുൾ ശക്തി എടുത്ത് എക്സ്പയർ ചെയ്താലും alveoli collapsed ആവില്ല. കാരണം എന്താ? വെരി ഗുഡ്. റെസിഡ്വൽ വോളിയം. നമ്മൾ എത്ര ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്താലും നമ്മുടെ ലങ്സിൻ്റെ അകത്തൊരു വോളിയം ഉണ്ട്, അതാണ് റെസിഡ്വൽ വോളിയം. അപ്പോൾ നമ്മുടെ ആൽവിയോളൈ കൊളാപ്സ്ഡ് ആവാതെ പ്രിവെൻറ്റ് ചെയ്യും. ഇതെന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. വേഗം കണ്ടുപിടിച്ചോ. മാച്ച് ചെയ്യുക, ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒന്ന് വേഗം കണ്ടുപിടിച്ചേ മക്കളെ, ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. ഏതാണ് വരിക? ഇത് കറക്റ്റ് നിങ്ങൾ നോക്കണേ. ഇത് കറക്റ്റ് ഇവർ നമ്പറും വേറെ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടാമത്തത് 2500 ml ആണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി 2500 ml ആണോ? അല്ല. പിന്നെ മൂന്നാമത്തത് 1200 ml. മൂന്നാമത്തതെന്ന് പറയുമ്പോൾ ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം 1200 ml അല്ല. ഇനി നാലാമത്തത് 3500 ml. നാലാമത്തത് പറഞ്ഞാൽ ഇൻസ്പൈറേറ്ററി കപ്പാസിറ്റി 3500 ആണോ? എങ്ങനെ കൂട്ടാം? 2500. യെസ്, അത് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തത് എത്രയാണ്? ഒന്നാമത്തത് 1200 ml. ഒന്നാമത്തത് 1200 ml എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിഡ്വൽ വോളിയം. യെസ്, റെസിഡ്വൽ വോളിയം എത്രയാണ്? 1200 വരും. സി ഇസ് ദി കറക്റ്റ് ആൻസർ. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് പിടി കിട്ടിയോ? മിസ് എന്താ നോക്കിയത്? ഇവിടെ ഓരോ നമ്പർ തന്നിരിക്കുന്നത് നോക്കുക. 2500. 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി ഒരിക്കലും 2500 ആവില്ല. കാരണം വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടിയതാണ്. ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം, എക്സ്പൈറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം. അപ്പോൾ അത് അത്രയും വരില്ല. ഇനി 3200. 3 എന്ന് പറഞ്ഞാൽ ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം 2500 ആണ് തുടങ്ങുന്നത്. അപ്പോൾ അതൊരിക്കലും വരില്ല. ഇനി 4 3500. ഇൻസ്പൈറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം പ്ലസ് ടൈഡൽ വോളിയം. അപ്പോൾ 2500 മുതൽ 3000 വരെ. 3000 പ്ലസ് 500 3500 വരും. ഇനി ഒന്നാമത്തത് 1200. റെസിഡ്വൽ വോളിയം 1100 to 1200 ആണ്. റെഡി ആണോ? ഓക്കെ ആണോ? അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ സി. ദെൻ അടുത്തത് ഇത് നോക്കിക്കേ. ഇത് ഏതാ വരിക? വാട്ട് ഈസ് വൈറ്റൽ കപ്പാസിറ്റി ഓഫ് അവർ ലങ്സ്? ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഏതാണ് മക്കളെ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഏതാണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഏതാണ് വൈറ്റൽ കപ്പാസിറ്റി? ശരിയാക്കാം. വൈറ്റൽ കപ്പാസിറ്റിനെ കുറിച്ച് പറയുന്നത് ഏതാ മക്കളെ? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ വരിക? വൈറ്റൽ കപ്പാസിറ്റി നോക്കിക്കേ. ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പൈറേറ്ററി റിസർവ് വോളിയം മാത്രമാണോ? അല്ല, അതിൻ്റെ കൂടെ ടൈഡൽ വോളിയവും വരണം. അപ്പോൾ ഇതല്ല. ദെൻ ടോട്ടൽ ലങ് കപ്പാസിറ്റി മൈനസ് റെസിഡ്വൽ വോളിയം ആണോ? അല്ലേ, നമ്മൾ നോക്കിക്കേ. ടോട്ടൽ ലങ് കപ്പാസിറ്റിന്ന് റെസിഡ്വൽ വോളിയം മൈനസ് ചെയ്താൽ ഇതല്ലേ നമ്മളുടെ വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ ഓപ്ഷൻ ബി അല്ലേ?
Yes. ഇനി ഇത് അടുത്ത നോക്കിക്കേ. വെൻ 1500 ml എയർ ഇസ് ഇൻ ദ ലങ്സ് ഇറ്റ് ഇസ് കോൾഡ്. നമ്മുടെ ലങ്സിൻ്റെ അകത്ത് മിസ്സിന് മനസ്സിലായി സ്റ്റക്കിൻ്റെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിസ് സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ് ഇതിലേക്ക് പോയത് കേട്ടോ. നോക്കിക്കേ, 1500 ml നമ്മുടെ ലങ്സിലുണ്ട്. ഓക്കെ, നമ്മുടെ ലങ്സിൽ എത്രയുണ്ട്? 1500 ml ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കാനാണ് ചാൻസ്? റെസിഡ്യുവൽ വോളിയം ആകുമോ? റെസിഡ്യുവൽ വോളിയത്തിൻ്റെ റേഞ്ച് 1100 to 1200 ആണ്. ഇൻസ്പൈറേറ്ററി റിസർവ് വോളിയം ഒരിക്കലും ആവില്ല, 2500 ആണ് റേഞ്ച് തുടങ്ങുന്നത്. ഇനി വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു 2500 പ്ലസ് 500 പ്ലസ് ഒരു 1000 വരും. അപ്പോൾ അതെന്തായാലും 1500 അല്ല. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ 500 ആണ്. അപ്പോൾ ഏകദേശം മാച്ച് ആവുന്നത് ആരാണ്? ഇപ്പം സ്റ്റക്ക് ഉണ്ടോ? എന്താ അങ്ങനെ? ഇപ്പം ശരിയാവും കേട്ടോ, ഒറ്റ മിനിറ്റ്. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കിട്ടുന്നുണ്ടോ? ഇപ്പം സ്റ്റക്ക് ഇല്ലല്ലോ, ഉണ്ടോ? ഓക്കെ ആയെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇടാവോ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും തംസപ്പ് ഇടാവോ?
ഇനിയും നമുക്ക് സ്റ്റക്ക് വന്നാൽ ഫുള്ളായിട്ട് റെഡിയാക്കുന്നതായിരിക്കും. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ഇനി സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റക്കിനെ ഇട്ടിട്ട് നമുക്ക് പോവാം. അതാണ് നമുക്ക് നല്ലത്. ഓക്കെ, സ്റ്റക്കിന് നമ്മളെ വേണോ നമുക്ക് സ്റ്റക്കിനെ വേണോ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ 1500 ഏറ്റവും കൂടുതൽ ആരാ മാച്ച്? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. കുറേ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു. 1500 ആരാ മാച്ച്? ആരാ മക്കൾ ഇതിൽ ഏറ്റവും കൂടുതൽ മാച്ച് ആരാ? 1500 ഏറ്റവും മാച്ച് ആരാ? പറ. യെസ്, ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് ഓടും. പറ മക്കളെ. 1500 അടുത്തിരിക്കുന്നത് ആരാ? എ അല്ലേ? റെസിഡ്യൂവൽ വോളിയം ആണ്. ഇത് 1500 എത്രയോ ദൂരെയാണ്. ഇത് 1500 എത്രയോ ദൂരെയാണ്. ഇത് 1500 എത്രയോ ദൂരമാണ്. ഇത് 1000 ദൂരം. ഇത് വെറും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത നോക്കിക്കേ. ശരിയാക്കാം. The ventilation movement of the lungs in mammals are governed by. Ventilation movement എന്ന് പറഞ്ഞാൽ breathing movements. Breathing movements ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? Muscular wall of lungs, diaphragm, intercostal muscle, both B and C. പിന്നെയും ബി ആണോ? ഏതാണ് ഇതിൽ കറക്റ്റ് ആൻസർ? ഡി. വെരി ഗുഡ് അല്ലേ? നമ്മളെ ഡയഫ്രത്തിൻ്റെയും ഇൻ്റർകോസ്റ്റൽ മസിൽസിൻ്റെയും കോൺട്രാക്ഷൻ ആണ് നമ്മളെ റെസ്പിറേഷനെ സഹായിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്, എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ മിസ് മിണ്ടില്ല കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ മിസ് ക്ലാസ്സിൽ ഇതാ ഇപ്പം പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ, തൊട്ട് മുന്നേ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. ഇനി നോക്കിക്കേ, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഗ്യാസ് പിന്നെ സ്റ്റക്കായി. ഓക്കെ, നമുക്ക് ഇവിടെ വിട്ട് പോകാം മക്കളെ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അപ്പോൾ എൻ്റെ കുട്ടികളൊന്നൊരു 2 minutes വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മൾ വീട് മാറാൻ പോവാണ്. ഓക്കെ, നമുക്ക് വീട് മാറാം. ഓക്കെ, മിസ് പോവില്ല, നമ്മൾ ഒരുമിച്ച് പോവും. ഓക്കെ, പോവാം. വീട് മാറാൻ പോകുന്നു. നമ്മൾ ഒരുമിച്ചാ പോവാം. മിസ് വരും. മിസ് പറയുമ്പോൾ നിങ്ങളും വരണം മിസ്സിൻ്റെ കൂടെ കേട്ടോ. ഓക്കെ, ഇവിടം വിട്ട് നമുക്ക് പോകാം മക്കളെ. സോലിബിലിറ്റിയാ? അതെ, നമുക്ക് അപ്പുറത്തെ വീട്ടിൽ കാണാം. ഓക്കെ, നമുക്ക് പോകാം. വാ, മിസ് ഇപ്പോൾ വിളിക്കാം. മിസ് വിളിക്കുമ്പോൾ വരണേ. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാൽ മതി, നിങ്ങൾ എവിടെയും പോകണ്ട. മിസ് ഇപ്പോൾ വരും. എവിടെയും പോകണ്ട. പക്ഷേ മിസ്സ് പോകും. പക്ഷേ നിങ്ങൾ മിസ്സിൻ്റെ കൂടെ വരും. അതാണ് ഒരു ടെക്നിക്ക്. പക്ഷേ നമ്മൾ വീട് മാറാനുള്ള ആ സെറ്റപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോഴേക്ക് നമ്മൾ അങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ അവിടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നമുക്ക് ഈ വീട് ശരിയാവണില്ല. അതെ, കതിർവേലൻ, നല്ല പേര്. നിങ്ങൾ എവിടെയും വരണം, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് ഉഷാറായിട്ട് വീട് മാറാൻ പോകാൻ പറ്റുള്ളൂ. എനിക്കറിയാം നിങ്ങൾ കണ്ടോ. ഇപ്പം നോക്ക്, നമ്മൾ ക്ലാസ് എടുക്കാതിരിക്കുന്ന സമയത്ത് സ്റ്റക്കും ഇല്ല, ഒന്നുമില്ല.
ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പം ഈ സ്റ്റുഡിയോക്ക് നമ്മളോട് എന്തോ അസൂയാണെന്ന് തോന്നുന്നു അല്ലേ? സ്റ്റക്കായോ? പറഞ്ഞത് കേട്ടെന്നാ തോന്നണേ. ഇപ്പോൾ റെഡിയാക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അല്ലേ? സുഖമായിരിക്കണില്ലേ എല്ലാവരും? വീടിൻ്റെ പേര് എത്രാമത്തെ സ്റ്റുഡിയോ ആണോ നോക്കട്ടെ. അതാണ്, ഇത് സ്റ്റുഡിയോ 1 ആണ്. എത്രാമത്തെ സ്റ്റുഡിയോയിലേക്കാണോ നമ്മൾ പോകുന്നത് അതാണ് നമ്മുടെ വീടിൻ്റെ പേര്. സ്റ്റുഡിയോ 3, 4. നിങ്ങൾക്ക് ഗെസ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, മിസ് ഗെസ് തരികയാണ്. 2 അല്ല. സ്റ്റുഡിയോ 3 ആണോ, 4 ആണോ, 6 ആണോ, 7 ആണോ? നിങ്ങൾ പറഞ്ഞോ. ഓപ്ഷൻസ് ഉണ്ട് 3, 4, 6, 7. 3, 4, 6, 7 ഏതാണ് സ്റ്റുഡിയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതായിരിക്കും നമ്മുടെ വീട്. റെഡി? റെഡിയാണോ? സ്റ്റുഡിയോ 7 ആ? നോക്കാലോ. ഓക്കെ, ഞാൻ എന്തായാലും സ്റ്റുഡിയോയിൽ എത്തിയിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് വീട് മാറാൻ പോവാണ്. മിസ് അവിടെ എത്തിയിട്ട് പറയാം. സ്റ്റുഡിയോ 3 പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ 3ലാണ്. നമ്മൾ 3ലാണ് മക്കളെ. വീട് നമ്പർ 3, ഹൗസ് നമ്പർ 3ലാണ് നമ്മളുള്ളത്. റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ വീട് ഇഷ്ടമായോ? യെസ്. ഓക്കെ, ഡൺ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? യെസ്. ഓക്കെ, ഇഷ്ടമായി. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെല്ലാവരും വന്നല്ലോ, അതാണ് നമ്മുടെ ഹൗസ് വാമിങ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. അപ്പോൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഏതൊക്കെയാ? ഒന്ന് പ്രഷർ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ സോലിബിലിറ്റി ഗ്രേഡിയൻ്റ്. ഓക്കെ, അടുത്തതാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്. പിന്നെ സോലിബിലിറ്റി, മൂന്നാമതായിട്ട് തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ. അപ്പോൾ സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ സോലിബിലിറ്റി കൂടുതൽ ആർക്കാണ്? കാർബൺ ഡൈ ഓക്സൈഡിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡിസോൾവ് ആയിട്ട് പോവുക. പിന്നെ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ പാർഷ്യൽ പ്രഷറാണ്. പാർഷ്യൽ പ്രഷർ കൂടുതലാണെങ്കിൽ ഈസി ആയിട്ട് ഡിഫ്യൂഷൻ നടക്കും. ഇനി തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ തിന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ പാർഷ്യൽ പ്രഷറിന് ഒരു എമൗണ്ട് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ ഡയഗ്രാം നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെ ഇതാ സോലിബിലിറ്റി കാർബൺ ഡൈ ഓക്സൈഡിന് ആർക്ക്? ഓക്സിജനേക്കാൾ 20 to 25% കൂടുതലാണ്. ഇവിടെ സ്റ്റക്ക് വരാൻ ചാൻസ് ഇല്ലല്ലോ. ഇവിടെ സ്റ്റക്കില്ല മക്കളെ, അങ്ങനെ നിങ്ങൾ പറയരുത്. ദെൻ സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 ലെയേഴ്സിലൂടെയാണ് പാസ്സാവുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ ആ ലെയേഴ്സ്? ഒന്ന് നമ്മുടെ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽ, പിന്നെ അതിൻ്റെ ഇടയിൽ ബേസ്മെൻറ്റ് മെംബ്രെയിൻ, പിന്നെ നമ്മുടെ സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ. ഇല്ല, സ്റ്റക്കില്ല. അത് മിസ് ഇങ്ങനെ അനങ്ങാണ്ട് നിന്നതാണ്, അത് സ്റ്റക്കല്ല. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞ ഇതാണ് നിങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഗ്യാസസിൻ്റെ ഡിഫ്യൂഷൻ. ഇപ്പോൾ റെഡിയാവും. ഇത് ബോർഡിനൊരു സ്റ്റാർട്ടിങ് ട്രബിളാണ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ഓക്സിജന് 2 രീതിയിലാണ് സ്റ്റക്ക് ആവുന്നത്. അതായത് 90 അല്ല, സ്റ്റക്ക് ആവുന്നതല്ല, ട്രാൻസ്പോർട്ട് ആവുന്നത്. നിങ്ങളിങ്ങനെ സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയണതല്ല, സ്റ്റക്കായി പോവേ. ഓക്കെ, 97% എന്താണ് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട്. ഓക്കെ, 97% ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടിയിട്ട് 3% എങ്ങനെയാണ് പ്ലാസ്മയിൽ ഡിസോൾവ് ആയിട്ട്. ഓക്കെ, ഇനി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ബൈകാർബണേറ്റ് ആയിട്ടാണ് 70% പോകുന്നത്. കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് 20 to 25%. ബാക്കി വരുന്ന 7% ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. ഓക്കെ, ഇനി നമ്മളുടെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്, ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 4 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, 2 പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, 3 ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, 4 ടെമ്പറേച്ചർ. ഇത് ഹൈ ആണ്, ബാക്കിയെല്ലാം ലോ ആണെങ്കിൽ ഓക്സിജൻ്റെയും ഹീമോഗ്ലോബിൻ്റെയും അസോസിയേഷൻ നടക്കും. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓക്സിജൻ്റെയും ഹീമോഗ്ലോബിൻ്റെയും ഡിസോസിയേഷൻ നടക്കും. ഓക്കെ, അതേപോലെ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ് കാർബോണിക് എൻഹൈഡ്രേസ്. കാർബോണിക് എൻഹൈഡ്രേസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ വെള്ളവും കൂടി ചേരുമ്പോൾ കാർബോണിക് ആസിഡ് ആക്കി മാറ്റുന്നത്. അത് പിന്നീട് സ്പ്ലിറ്റായി H+ഉം ബൈകാർബണേറ്റും ആകുമ്പോൾ എല്ലാം ഈ എൻസൈം ആവശ്യമാണ്. ഈ എൻസൈം ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? RBCയിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുത്തുവോ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇവിടെ സ്റ്റക്ക് ഇല്ല എന്നാണ് മിസ്സിൻ്റെ ഒരു നിഗമനം. റെഡി? എൻസൈം കാർബോണിക് എൻഹൈഡ്രേസ്. ഇതാ പിടിച്ചോ. പാർഷ്യൽ പ്രഷർ ആരുടെ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോളി ഓഫ് ലങ്സ്. ലങ്സിലുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. Okay, partial pressure of oxygen in the alveoli of lungs is equal to that in blood, more than that in blood, less than that in blood, less than that of carbon dioxide. ഏതാണ് ഇതിൽ വരിക? അപ്പം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എമൗണ്ട് പഠിച്ചു വെക്കണം. ആ എമൗണ്ട് മിസ് പറഞ്ഞു തന്ന കോഡ് ഓർമ്മയുണ്ടോ? ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈക്വൽ ടു ബ്ലഡ് അല്ല. കാരണം ബ്ലഡിൽ എത്രയാണ്? ബ്ലഡിൽ ഓക്സിജൻ 40 ആണ്, ഇവിടെ 104 ആണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഇൻ ബ്ലഡ് ആണോ? അത് ശരിയാണ്, ബ്ലഡിനേക്കാൾ കൂടുതലാണ്. ലെസ് ദാൻ ദാറ്റ് ഇൻ ബ്ലഡ് ആണോ? അല്ല. ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൽവിയോളി ഓഫ് ദ ലങ്സ് എവിടുത്തതാണെന്ന് പറഞ്ഞില്ലല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എവിടുത്തെയാണെന്ന് പറഞ്ഞിട്ടില്ല ആക്ച്വലി. ഈക്വൽ ടു ദാറ്റ് ഇൻ ബ്ലഡ് അല്ല, മോർ ദാൻ ദാറ്റ് ഇൻ ബ്ലഡ്. അത് ശരിയാണ്, മോർ ദാൻ ദാറ്റ് ഇൻ ബ്ലഡ് ആണ്. മോർ ദാൻ ദാറ്റ് ഇൻ ബ്ലഡ് ആണ് മിസ്സിന് കുറച്ചുകൂടി കറക്റ്റായിട്ട് തോന്നുന്നത്. ഓക്കെ, മോർ ദാൻ ദാറ്റ് ഇൻ ബ്ലഡ്. ലെസ് ദാൻ ദാറ്റ് ഇൻ ബ്ലഡ് അല്ല. ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അതും അല്ല. ലെസ് ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ലെസ് ദാൻ ദാറ്റ് ഓഫ് ബ്ലഡ് അല്ല, ഈക്വൽ ടു ദാറ്റ് ഇൻ ബ്ലഡ് അല്ല. യെസ്, ഓപ്ഷൻ ബി. ദെൻ ഫിഗർ ഇത് ഓർമ്മയുണ്ടോ മക്കളെ? ആ പാർഷ്യൽ പ്രഷർ, യെസ് അൺനോൺ. ഈ പാർഷ്യൽ പ്രഷറിൻ്റെ ഡയഗ്രാം ഓർമ്മയുണ്ടോ? ഈ പാർഷ്യൽ പ്രഷറിൻ്റെ ഡയഗ്രാം മിസ് പറഞ്ഞത് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? എങ്ങനെയാണ് ഇത് ട്രാൻസ്പോർട്ട് ആവുന്നത്? ടിഷ്യൂവിൽ എത്രയാണ്, ടിഷ്യൂവിൽ നിന്ന് പോകുമ്പോൾ എത്രയാണ്? ഇത് ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ഇത് ഓർമ്മയുണ്ടോ? യെസ്, ഇത് ഓർമ്മയുള്ളവരെല്ലാവരും ഒന്ന് ചാറ്റിൽ പറഞ്ഞേ. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നോക്കുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇത് മിസ് പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 159 mmHg. ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതും നിങ്ങൾ പഠിച്ചു വെക്കണം, 0.3 mmHg. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു വെക്കാൻ പറഞ്ഞത് ഏതാണ്? ആൽവിയോളൈൻ്റെ അകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 104 mmHg. പിന്നെ മിസ് പഠിച്ചു വെക്കാൻ പറഞ്ഞത് ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ അകത്ത്. ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ അകത്ത് എത്രയാണ്? 90, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 95 mmHg ആണ്. ഇത്രയും പഠിച്ചു വെക്കാൻ മിസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ എങ്ങനെ എഴുതുക? കുറവുള്ള ആൾ 40, കൂടുതലുള്ള ആൾ 45 അല്ലേ? കുറവുള്ള എന്ന് പറയുമ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്, അപ്പോൾ എത്രയായിരിക്കും? 40 ആയിരിക്കും. ആൻഡ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണ്, അപ്പോൾ എത്രയായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, അപ്പോൾ 45. ഓക്സിജൻ കുറവാണ്, അപ്പോൾ 40. ഇത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ആണ്.
ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്, അപ്പോൾ എത്രയായിരിക്കും? 45. ഓക്സിജൻ കുറവാണ്, അപ്പോൾ എത്രയായിരിക്കും? 40. ഓർമ്മയുണ്ടോ? ഇത് ആ ഒരു ടെക്നോളജി വെച്ച് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. വേഗം എല്ലാവരും ചാടി ചാടി വേണം ആൻസർ പറയാൻ. ചാടി ചാടി ആൻസർ പറയുന്നവരെല്ലാവരും വേഗം പറഞ്ഞേ. ഏതൊക്കെയാണ് മക്കളെ വരിക? സി ആർട്ടീരിയൽ കാപ്പിലറി പാസസ് ഓക്സിജൻ ടു ടിഷ്യൂ. സി ആർട്ടീരിയൽ കാപ്പിലറി ആണ്, പക്ഷേ ഓക്സിജൻ ടിഷ്യൂസിന് പാസ് ചെയ്യുകയാണോ ചെയ്യണത്? അല്ല, ഇത് ലങ്സിലേക്ക് ഗ്യാസ് ഡിഫ്യൂഷന് വരികയാണ്. എ ആൽവിയോളാർ കാവിറ്റി മെയിൻ സൈറ്റ് ഓഫ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. ശരിയാണ്. ഡി കാപ്പിലറി വാളാണോ? അല്ല, ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. ബി റെഡ് ബ്ലഡ് സെൽസ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മെയിൻലി ആണോ? അല്ല, ഓക്സിജൻ മെയിൻലി ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. ആർക്കാണ് എ കിട്ടിയത്? എ എങ്ങനെയാണ് മക്കളെ വരിക? പാസസ് ഓക്സിജൻ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വരണ്ടേ? ഇവിടുത്തെ ബ്ലഡ് വെസലാണ് കാണിച്ചതെങ്കിൽ ശരിയാണ്. ഇതേതാ? പൾമണറി ആർട്ടറി ആണ്. പൾമണറി ആർട്ടറി എന്തിനു കൊണ്ടുവരികയാണ്? ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് കൊണ്ടുവരുന്ന ആളാണ്. റെഡി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. The exchange of gases in the alveoli of the lungs takes place by. ലങ്സിൽ വെച്ചിട്ട് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് നടക്കുന്നത്? പാസീവ് ട്രാൻസ്പോർട്ട് ആണോ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണോ? ഓസ്മോസിസ് ആണോ? സിമ്പിൾ ഡിഫ്യൂഷൻ ആണോ? എങ്ങനെയാണ് ലങ്സിൽ വെച്ചിട്ടുള്ള ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്? എങ്ങനെയാ? വെരി ഗുഡ്. സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഗ്യാസസ് ഡിഫ്യൂസ് ചെയ്യാണ് ചെയ്യുക അല്ലേ? ദെൻ ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബൈൻഡിങ് നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറയുന്നില്ല. ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ്, തെറ്റ്. റോങ് ആണ് നോക്കേണ്ടത്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കിട്ടിയോ? റെഡി ആണോ? നോക്കിക്കേ. ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഇസ് മെയിൻലി റിലേറ്റഡ് ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ശരിയാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ഇന്റർഫിയർ വിത്ത് ഓക്സിജൻ ബൈൻഡിങ് വിത്ത് ഹീമോഗ്ലോബിൻ. അത് ശരിയാണ്. കാരണം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നടന്നു കഴിഞ്ഞാൽ ഡിസോസിയേഷൻ ആണ്. ഹയർ H+ അയോൺ കോൺസെൻട്രേഷൻ ഇൻ ആൽവിയോളൈ ഫേവേഴ്സ് ദ ഫോർമേഷൻ. ഹയർ H+ അയോൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ അതിൻ്റെ അർത്ഥം? ഹൈ H+ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിഡിക് ആകും. അസിഡിക് ആയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഡിസോസിയേഷൻ ആണ്. സോ ദിസ് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഡിസോസിയേഷൻ ആണ് നടക്കുക, അസോസിയേഷൻ അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റിഡക്ഷൻ ഇൻ pH ഓഫ് ബ്ലഡ്. pH കുറഞ്ഞാൽ, റിഡക്ഷൻ ഇൻ pH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? pH താരാത് സിറിനോട് നമ്മളൊന്നും ചോദിച്ചില്ലല്ലോ. സിറി ഒറ്റയ്ക്ക് തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് മക്കളെ. pH ലോ ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എന്താ സംഭവിക്കുക? ഡിക്രീസ് ദ എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ, റൈറ്റ്? റിലീസ് ബൈകാർബണേറ്റ് അയോൺസ് അല്ല. റിഡ്യൂസ് ദ റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ് അല്ല. റിഡ്യൂസ് ബ്ലഡ് സപ്ലൈ ടു ദ ബ്രെയിൻ അല്ല. യെസ്, അണ്ണോൺ. അത് കൊള്ളാലോ. ഓക്കെ, ഇനി approximately 70% of carbon dioxide absorbed by the blood will be transported. മക്കളെ 70% of blood ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ 70% ആരാ ട്രാൻസ്പോർട്ട് ചെയ്യുക? ആരാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക? വെരി ഗുഡ്, ആസ് ബൈകാർബണേറ്റ് അയോൺസ്. ദെൻ അടുത്തത് ബൾക്ക് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ തന്നെ 70% ആണ് അല്ലേ? ഇൻ ടു ദ ബ്ലഡ് ഇസ് പ്രസന്റ് ആസ്. എങ്ങനെയാണ് ബൾക്ക് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? ബൈകാർബണേറ്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ, ഫ്രീ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ് പ്ലാസ്മ, 70% കാർബാമിനോ ഹീമോഗ്ലോബിൻ, കാർബാമിനോ ഹീമോഗ്ലോബിൻ ഉള്ള ഏതാണ്? യെസ്, ബൈകാർബണേറ്റ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനാ. വാട്ട് ഈസ് ട്രൂ അബൌട്ട് RBC ഇൻ ഹ്യൂമൻസ്? RBCനെ കുറിച്ച് പറയുന്നതിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? RBCനെ കുറിച്ച് പറയുന്നതിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാ? They carry about 20 to 25% of carbon dioxide. They transport 99% of oxygen. They transport 80% of oxygen. They do not carry carbon dioxide.
20 to 25% of carbon dioxide. The majority of carbon dioxide produced by our body cells is transported. Majority carbon dioxide എന്ന് പറയുമ്പോൾ 70% എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യണേ? Attached to hemoglobin, dissolved in the blood as bicarbonate as carbonates. Very good. Bicarbonate കണ്ടോ? ഇവിടുന്ന് കുറേ ചറബറ ക്വസ്റ്റ്യനാ. Hemoglobin is a type of dash. Hemoglobin എന്താ മക്കളെ? Hemoglobin is a type of dash. ഏതാ? കറക്റ്റ് പറ. വൈറ്റമിൻ ആണോ ഹീമോഗ്ലോബിൻ? Hemoglobin is a respiratory pigment. Okay, not a vitamin. Then, how the transport of oxygen and carbon dioxide by blood happens? എങ്ങനെയാണ് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ട്രാൻസ്പോർട്ട് ബ്ലഡിലൂടെ നടക്കുന്നത്? നോക്കിക്കേ, കറക്റ്റ്. നല്ല സിമ്പിൾ ഹമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് കറക്റ്റ് ആയിട്ട് പറയണേ. WBC അല്ല. അപ്പോൾ WBC വരുന്നതിനൊക്കെ വെട്ടാം. പ്ലേറ്റ്ലെറ്റ്സ് അല്ല, WBC അല്ല. അപ്പോൾ തന്നെ ആൻസർ കിട്ടി. ദെൻ അടുത്തത്, അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് RBC ഇൻ ഹ്യൂമൻ ബ്ലഡ് വിൽ. ഹൈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മലമുകളിൽ RBCക്ക് എന്താണ് സംഭവിക്കുക? മലമുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും. അപ്പോൾ RBCൻ്റെ എമൗണ്ടിൽ എന്താണ് സംഭവിക്കുക? ഇൻക്രീസ് ഇൻ നമ്പർ, ഡിക്രീസ് ഇൻ നമ്പർ, ഇൻക്രീസ് ഇൻ സൈസ്, ഡിക്രീസ് ഇൻ സൈസ്. പറഞ്ഞേ ഏതാ? വെരി ഗുഡ്. ഇൻക്രീസ് ഇൻ നമ്പർ. എറിത്രോപോയസിസ് നടക്കും, കൂടുതൽ ഫോർമേഷൻ നടക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് വയ ബ്ലഡ് ടു ലങ്സ് മോസ്റ്റ്ലി. കാർബൺ ഡൈ ഓക്സൈഡ്, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അല്ലേ? നമുക്കിത് ചെയ്ത് നമുക്ക് മടുത്തു. എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യണേ? വേം പറഞ്ഞോ. കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് കാർബോണിക് ആസിഡ് ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡൈ മോസ്റ്റ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ്ലി എന്നാണ് പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല? മോസ്റ്റ്ലി. മെജോറിറ്റി ആസ് ബൈകാർബണേറ്റ്സ് ആണ്, 70%. കണ്ടോ? ഓക്കെ. ദെൻ അടുത്തത്, കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേറ്ററി സർഫേസ് ഓൺലി. എത്രയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ടിഷ്യൂസ് ടു ദ റെസ്പിറേറ്ററി സർഫേസ് ബൈ ഓൺലി. ആരാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? റിപ്പീറ്റഡൊക്കെ നമുക്ക് മാറ്റി പിടിക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് വെച്ചതാ. ഏതാണ്? എ ആണോ? പ്ലാസ്മ ഇൻ എറിത്രോസൈറ്റ്. വെരി ഗുഡ്. ദെൻ ലാസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ റെസ്പിറേഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ ഓഫ് റെസ്പിറേഷൻ. അപ്പോൾ നമുക്ക് രണ്ട് സെൻറ്റേഴ്സ് ആണ്. ഒന്ന് റെസ്പിറേറ്ററി റിത്തം സെൻറ്ററും ഒന്ന് ന്യൂമോടാക്സിക് സെൻറ്ററും. റിത്തം സെൻറ്റർ കാണുന്നത് എവിടെയാണ്? നമ്മുടെ മെഡുല്ലയിലാണ്. ആൻഡ് ഇതാണ് മെയിനായിട്ട് നമ്മുടെ റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്ന ആൾ. ആൻഡ് ന്യൂമോടാക്സിക് സെൻറ്റർ കാണുന്നത് പോൺസിലാണ്. നമ്മുടെ റെസ്പിറേഷൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യാൻ അല്ലേ, കൂട്ടാനും റെസ്പിറേഷൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്ത് കൂട്ടിയിട്ട് ഡ്യൂറേഷൻ കുറയ്ക്കുന്ന ആളാണ്. ഓക്കെ, മോഡറേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി റിത്തം. ഡ്യൂറേഷൻ കുറച്ചിട്ട് റേറ്റ് കൂട്ടുന്ന ആളാണ് ന്യൂമോടാക്സിക് സെൻറ്റർ. ദെൻ കീമോ സെൻസിറ്റീവ് ഏരിയ എങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയും ഹൈഡ്രജൻ അയോൺസിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിത്തം സെൻറ്ററിന് സിഗ്നൽ കൊടുത്ത് റെസ്പിറേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ്. 3 അസുഖങ്ങൾ, ഒന്ന് ആസ്മ, 2 എംഫൈസിമ, 2 ഒക്യുപ്പേഷണൽ ഡിസോർഡേഴ്സ്. ആസ്മ ഇൻഫ്ലമേഷൻ ആണ്, ബ്രോങ്കൈക്കും ബ്രോങ്കിയോൾസിനും. അപ്പോൾ വീസിങ് ഉണ്ടാകും. എംഫൈസിമ സിഗരറ്റ് സ്മോക്കിംഗ് കാരണം എന്താണ്? നമ്മുടെ ആൽവിയോളാർ വാൾസ് ഡാമേജ് ചെയ്തിട്ട് റെസ്പിറേറ്ററി സർഫേസ് ഏരിയ കുറയാണ്. ഒക്യുപേഷണൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഖനികളിൽ കല്ല് പൊട്ടിക്കുക, മണൽ പൊട്ടിക്കുക, അങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പം നമ്മുടെ ലങ്സിൽ ഫൈബ്രോസിസ് ഉണ്ടാവുന്നതാണ്. ഫൈബ്രസ് ടിഷ്യൂവിൻ്റെ പ്രൊലിഫറേഷൻ ഉണ്ടാവുന്നതാണ്. സിലിക്കോസിസ്, ആസ്ബെസ്റ്റോസിസ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ദെൻ റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് വിച്ച് കൺട്രോൾ ഇൻസ്പൈറേഷൻ ആൻഡ് എക്സ്പൈറേഷൻ ആർ ലൊക്കേറ്റഡ്. എവിടെയാണ് മക്കളെ കാണുന്ന റെസ്പിറേറ്ററി സെൻറ്റേഴ്സ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് കാണുന്നത്? വെരി ഗുഡ്. മെഡുല്ല. പോൺസ് ഇവിടെ തന്നിട്ടേ ഇല്ല. ദെൻ ദ റെസ്പിറേറ്ററി സെൻറ്റർ വിച്ച് റെഗുലേറ്റ് റെസ്പിറേഷൻ ഇസ് ലൊക്കേറ്റഡ്. ഇത് റിപ്പീറ്റഡ്. ദെൻ അടുത്തത്, ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ എയർബോൺ അലർജൻസ് ആൻഡ് പൊല്യൂട്ടൻസ് മെനി പീപ്പിൾ ഇൻ അർബൻ ഏരിയ സഫറിംഗ് ഫ്രം റെസ്പിറേറ്ററി ഡിസോർഡർ ദാറ്റ് കോസ് വീസിങ്. വീസിങ് ഉണ്ടാവാനുള്ള കാരണം, വലിവ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? Reduction in the secretion of surfactant, benign growth of mucus lining of nasal cavity, inflammation of bronchi and bronchiole. നമ്മൾ വീസിങ് എന്ന് പറയുമ്പോൾ എന്താ? എലാർജൻസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അണ്ണോൺ ഒരു കവിയാണോ? ഒരു എഴുത്തുകാരനാണോ?
ഓക്കെ, അലർജിക് അസുഖമായെന്ന് പറയുമ്പോൾ, അലർജിക് ഡിസീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആസ്മയാണ്. പിന്നെ വീസിങ്, വലിവ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ കറക്റ്റ്ലി റെപ്രസെന്റ് ദ ലങ് കണ്ടീഷൻ ഇൻ ആസ്മ ആൻഡ് എംഫൈസീമ. അപ്പോൾ ആസ്മയ്ക്കും എംഫൈസീമയ്ക്കും പറയുന്നത് ഏതാണെന്നാണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. ആസ്മ, എംഫൈസീമ റെസ്പെക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ ആദ്യം ആസ്മേനെ കുറിച്ച്, പിന്നെ എംഫൈസീമേനെ കുറിച്ച്. സിമ്പിൾ, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കിയോൾ, ഡിക്രീസ്ഡ് റെസ്പിറേറ്ററി സർഫേസ് ഏരിയ. ഓക്കെ, ദെൻ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. തൊഴിൽപരമായിട്ട് ഉണ്ടാകുന്ന ഒരു അസുഖം ഏതാ? ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. വെരി ഗുഡ്. സിലിക്കോസിസ്. ആന്ത്രാസിസ് അല്ല, ബോട്ടുലിസം അല്ല, എംഫൈസീമ അല്ല. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡർ കോസ്ഡ് ബൈ സിഗരറ്റ് സ്മോക്കിംഗ്. സിഗരറ്റ് സ്മോക്കിംഗ് ഉണ്ടാക്കുന്ന അസുഖം ഏതാ? സിഗരറ്റ് സ്മോക്കിംഗ്. Cigarette smoking, very good, emphysema. Then, name the pulmonary disease in which alveolar surface area involved in gases is reduced. Alveolar surface area കുറയാണ്. വെരി ഗുഡ്. ഏതാണ്? നമ്മൾ ആൽവിയോളർ സർഫേസ് ഏരിയ കുറയുന്നത് എംഫൈസീമയാണ്. എംഫൈസീമ. ആൽവിയോളർ സർഫേസ് ഏരിയ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏതാ? നിങ്ങൾ എന്താ ബിയിലേക്കൊക്കെ പോയത്? ഇത് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ട മക്കളെ? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ, പിന്നെ നമ്മൾ എന്താണ് അലർജിക് ഡിസീസ് എന്നൊക്കെ പറയുമ്പോഴാണ് ആസ്മ വരിക. ഓക്കെ, ഡൺ. റെസ്പിറേറ്ററി സർഫേസ് ഏരിയ കുറയാണ്, സിഗരറ്റ് സ്മോക്കിംഗ് കാരണമാണ്, ആൽവിയോളർ വാൾസ് ഡാമേജ് ആണ് എന്നൊക്കെ പറയുമ്പോൾ എംഫൈസീമയാണ്. ബ്ലഡ് അനാലിസിസ് ഓഫ് എ പേഷ്യൻറ്റ് റിവീൽസ് അൺയൂഷ്വലി ഹൈ ക്വാണ്ടിറ്റി ഓഫ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അയാളുടെ ലങ്സിൽ കയറിയിട്ടുണ്ടാവുക? ഒരാളുടെ ബ്ലഡിൽ കൂടുതലായിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് ഗ്യാസ് ആയിരിക്കും അതിലുണ്ടാവുക? യെസ്, വെള്ളം കുടിക്കാം. യെസ്, മോംസ് കേക്ക്സ് മിസ് പറയാം കേട്ടോ. മോമീസ് കേക്ക്, യെസ്, വെരി ഗുഡ്. കാർബൺ മോണോക്സൈഡ്. നേരത്തെ നമുക്കൊരു ഫ്ലോ മിസ്സായി അല്ലേ? ഇത് നമുക്കിവിടെ തിരിച്ചു പിടിക്കാം. ഓക്കെ, റെഡിയാണോ? നമുക്ക് ഫ്ലോ തിരിച്ചു പിടിക്കാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരും റെഡിയാണോ? ഓക്കെ, ഡൺ. പ്രോട്ടീൻ ഷേക്ക് അല്ല, വെള്ളമാണ്, പച്ച വെള്ളം. കഴിഞ്ഞു. ഇനി നമ്മൾ ബ്രീത്തിങ്. ഓക്കെ, അപ്പോൾ ബ്രീത്തിങ്ങിൽ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ. അപ്പോൾ ജസ്റ്റ് മിസ് ഒന്ന് നിങ്ങളെല്ലാം ഭാഗങ്ങളും റിമൈൻഡ് ചെയ്ത് തരാം. നമ്മൾ ബ്ലഡ് നോക്കുകയാണെങ്കിൽ ബ്ലഡിൽ നമുക്ക് എന്താണ് 55% എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോക്ക് കളറുള്ള ഒരു വൈക്കോലിൻ്റെ നിറത്തിലുള്ള ഫ്ലൂയിഡാണ്. ഓക്കെ, ഇതിന് അടുത്തത് 45% നമ്മുടെ ബ്ലഡ് സെൽസ് ആണ്. ഓക്കെ, ഇതിന് ഏറ്റവും കൂടുതലുള്ളത് RBC ആണ്. ഇതിന് നടുവിലായിട്ട് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സും WBCയും വളരെ കുറച്ചുണ്ടാവുക. റെസ്റ്റ് നേരത്തെ സ്റ്റക്കായപ്പോൾ എത്ര റെസ്റ്റ് കിട്ടി അല്ലേ? ഇനി പ്ലാസ്മ നമ്മൾ പറഞ്ഞു 55% ആണ്. അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് വാട്ടറാണ്, 90 to 92% വാട്ടറാണ്. പ്രോട്ടീൻസ് ഒരു 7 to 8%. അതിൽ ആൽബുമിൻ എന്താണ്? നമ്മുടെ സോൾട്ട് വാട്ടർ ബാലൻസ് റെഗുലേറ്റ് ചെയ്യുക, ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ്. ഗ്ലോബുലിൻ ഡിഫൻസ് ആണ്, ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ്. ഇനി വേണ്ട. ഇതെന്താണ്? അതർ ഫാക്ടേഴ്സ് നമ്മുടെ ഫാറ്റും ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെയുള്ള ഭാഗമാണ്. അതിൽ ഇവിടുന്ന് നിറയെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സീറം, പ്ലാസ്മയിൽ എന്താണുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ? പ്ലാസ്മയിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് മാറ്റിയാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സീറം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അതിൽ RBC ആണ് നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഏകദേശം എത്രയാണ്? 5 to 5.5 മില്യൺ ഉണ്ട്. ഒരു നോർമൽ ഒരു ഇൻഡിവിജ്വലിന് 12 to 16 grams ഓഫ് എത്രയാണ് വേണ്ടത്? നമ്മുടെ ബ്ലഡിൻ്റെ ഹീമോഗ്ലോബിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ ട്രാൻസ്പോർട്ടിന് നമ്മുടെ RBC നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് WBCനെ പറയുമ്പോൾ ഇത് കളർലെസ് ആണ്. RBCക്ക് റെഡ് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ ഉണ്ട്, പക്ഷെ ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ന്യൂക്ലിയസ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കൂടുതൽ ആ ഒരു സർഫേസ് ഓക്സിജൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനും അതിനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് എന്തില്ലാത്തത്, ന്യൂക്ലിയസ് ഇല്ലാത്തത്. ദെൻ ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ഇവരുടെ ലൈഫ് സ്പാൻ ഒരു 1 to 15 days ആണ്. ഇവരുടെ എമൗണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 6000 to 8000 എണ്ണമാണ് പെർ mm³ ഓഫ് ബ്ലഡ്. ബോൺ മാരോയിലാണ് ഫോം ചെയ്യുന്നത്. ന്യൂക്ലിയേറ്റഡ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സിന് നിറയെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പ്ലേറ്റ്ലെറ്റ്സ്, ഇതെന്താണ്? നമ്മുടെ മെഗാ കാരിയോസൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സെൽസ് ഉണ്ട്, അതായത് വലിയ ന്യൂക്ലിയസ് ഉള്ള സെല്ല്. ആ മെഗാ കാരിയോസൈറ്റിന് ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ചു, പൊട്ടിപ്പോയി, കുഞ്ഞു പീസസ് ആയി. ആ കുഞ്ഞു പീസസ് ആണ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മളെ ബ്ലഡ് കൊയാഗുലേഷന് സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ WBCനെ നോക്കിക്കഴിഞ്ഞാൽ WBCനെ നമുക്ക് 5 തരമുണ്ട്. ഓക്കെ, അവരെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഗ്രാനുലോസൈറ്റ് എന്നും എഗ്രാനുലോസൈറ്റ് എന്നും പറയാം. അതിൽ ഗ്രാനുലോസൈറ്റുകളാണ് ഇവർ. ഇവർ 3 പേരുകൾ ഗ്രാനുലോസൈറ്റ് ആണ്. ഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ സൈറ്റോപ്ലാസത്തിനകത്ത് ഗ്രാന്യൂൾസ് ഉണ്ട്. ഇവർ 2 പേരും എന്താണ്? എഗ്രാനുലോസൈറ്റ് ആണ്. ഗ്രാനുലോസൈറ്റ്, അതായത് ഇവരുടെ സൈറ്റോപ്ലാസം ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. അതിനകത്തൊന്നുമില്ല, ഗ്രാന്യൂൾസ് ഇല്ല. ഫില്ല്, വെരി ഗുഡ്. ഗ്രാന്യൂൾസ് ഫില്ലായി കിടക്കുന്നവർ ഫിൽസ്. ഇതിൽ ഇവരുടെ എണ്ണം നോക്കി വെക്കുക. ന്യൂട്രോഫിൽ ഏറ്റവും കൂടുതൽ 60 to 65. രണ്ടാമത്തെ സ്ഥാനം നമ്മുടെ ലിംഫോസൈറ്റിന് 20 to 25. മൂന്നാമത്തെ സ്ഥാനം നമ്മുടെ മോണോസൈറ്റ് 6 to 8. നാലാമത്തെ സ്ഥാനം നമ്മുടെ ഈസിനോഫിൽ 2 to 3. അഞ്ചാമത്തെ സ്ഥാനം ഏറ്റവും കുറവ് 0.5 to 1% ബേസോഫിൽ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇവരുടെ ഷേപ്പ്. ഇത് മൾട്ടി ലോബ്ഡ് ആണ്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. ഓക്കെ, ആൻഡ് ഇയാളുടെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബൈ ലോബ്ഡ്, ഹെഡ്സെറ്റ് പോലെ. ഇയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. കിഡ്നി ഷേപ്പാണ് മോണോസൈറ്റ്. ലിംഫോസൈറ്റ് ഒരു ലാർജ് ന്യൂക്ലിയസ് ആണുള്ളത്. ഓക്കെ, ഇനി ഇവരുടെ ഫങ്ഷൻസ് എക്സാമിന് സ്ഥിരമായിട്ട് വരുന്നതാണ്. എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. ഫാഗോസൈറ്റോസിസ്, മോണോസൈറ്റ് ന്യൂട്രോഫിലും ഫാഗോസൈറ്റോസിസ്. ഇനി ഇയാൾ എന്താ ചെയ്യുക? എലർജിക് റിയാക്ഷൻസ് ഉള്ള ആൾക്കാരുടെ ശരീരത്തിൽ ഇയാളെ കുറേ കാണും. അതിൻ്റെ അർത്ഥം ഇയാൾ എലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നു എന്നല്ല. എലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ബേസോഫിലാണ്. ഹെപ്പാരിൻ, സെറട്ടോണിൻ, ഹിസ്റ്റമിൻ പോലത്തെ കെമിക്കൽസ് സെക്രീറ്റ് ചെയ്തിട്ട് ആ എലർജിക് റിയാക്ഷൻ കുറയ്ക്കുന്ന ആളാണ് ആര്? നമ്മളുടെ ഈസിനോഫിൽ. ദെൻ ലിംഫോസൈറ്റ് എന്താണ്? ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. B and T ലിംഫോസൈറ്റുകളുണ്ട്. അതിൽ B ലിംഫോസൈറ്റാണ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുക. ദെൻ അടുത്തത് നോക്കിക്കേ, ബ്ലഡ് ഗ്രൂപ്പ്സ് നമുക്ക് 4 എണ്ണമാണുള്ളത്. 4 എണ്ണം എങ്ങനെയാണ് പേര് വന്നത്? ABO ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ആൻറ്റിജൻസ്. ആൻറ്റിജൻസ് എവിടെയാണ് കാണുക? നമ്മുടെ RBCയിൽ. A ആൻറ്റിജൻ ആണെങ്കിൽ അതിന് നമ്മൾ A ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയും. B ആൻറ്റിജൻ ആണെങ്കിൽ B ബ്ലഡ് ഗ്രൂപ്പ്. 2 ഉണ്ടെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ്. 1 ഇല്ലെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പ്. ഇനി എന്ത് ആൻറ്റിജൻ ആണോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആൻറ്റിബോഡി. ഇവിടെ A ആൻറ്റിജൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് B ആൻറ്റിബോഡി. B ആൻറ്റിജൻ ആണെങ്കിൽ A ആൻറ്റിബോഡി. 2 ഉള്ളത് കൊണ്ട് നോ ആൻറ്റിബോഡി. 1 ഇല്ലാത്തത് കൊണ്ട് 2 ആൻറ്റിബോഡി. ഓക്കെ, അതേപോലെയാണ് നമ്മളുടെ RH ആൻറ്റിജൻ. RH ആൻറ്റിജൻ എല്ലാവർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അതുള്ള ആൾക്കാർ പോസിറ്റീവും ഇല്ലാത്ത ആൾക്കാർ നെഗറ്റീവും. അതിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കേസാണ് RH ഇൻകോമ്പാറ്റബിലിറ്റി. മദർ RH നെഗറ്റീവും ബേബി RH പോസിറ്റീവും ആകുമ്പോൾ മാത്രമേ ഈ കേസ് നടക്കുള്ളൂ. തിരിഞ്ഞും മറിഞ്ഞൊന്നുമില്ല. അമ്മ RH നെഗറ്റീവ്, കുഞ്ഞ് RH പോസിറ്റീവ്. അങ്ങനെ ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് RH ഇൻകോമ്പാറ്റബിലിറ്റി. സെക്കൻഡ് ബേബിക്കാണ് പ്രശ്നം ഉണ്ടാവുക. സെക്കൻഡ് ബേബിയുടെ RBC റപ്ചറായിട്ട് അനീമിയ, ജോണ്ടിസ് ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ്. പിന്നെ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഈ ആൾക്കാരെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മുറിവുണ്ടായാൽ ആദ്യം നമ്മുടെ ഇൻജോർഡ് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും. ഈ 2 സാധനങ്ങളും കാൽഷ്യം 2+ൻ്റെയും ചില പ്രോട്ടീൻ്റെയും പ്രസൻസിൽ ഒരു എൻസൈമായിട്ട് മാറും. അതാണ് ത്രോംബോകൈനീസ് അല്ലെങ്കിൽ പ്രോത്രോംബിനേസ് എന്നും പറയാറുണ്ട്. ത്രോംബോകൈനീസ് അല്ലെ പ്രോത്രോംബിനേസ്. ഈ എൻസൈം എന്ത് ചെയ്യും? ബ്ലഡിലുള്ള പ്രോത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ ഈ ആയിട്ട് മാറുന്ന ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന കാൽഷ്യം 2+ഉം വൈറ്റമിൻ കെയുമാണ്. ഈ ത്രോംബിൻ ബ്ലഡിലുള്ള ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റുന്നു. ഫൈബ്രിൻ ഫൈബേഴ്സ് പ്ലസ് RBC പ്ലസ് പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും. ഓക്കെ ആണോ? പറയുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മെമ്മറിയിലേക്ക് വരണുണ്ടോ മക്കളെ? പറയുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മെമ്മറിയിലേക്ക് ചാടി വരുന്നുണ്ടോ? യെസ്, നാളെ 11 മണിക്കാണ് ക്ലാസ് കേട്ടോ. ഓക്കെ, ബാച്ചിലുള്ളവരെല്ലാവരും കറക്റ്റ് 11 മണിക്ക് ലൈവിൽ വരണം. ഇനി അടുത്തത് ലിംഫ് എന്താണ്? നമ്മുടെ ബ്ലഡ്
ബ്ലഡ് ഇങ്ങനെ ആർട്ടറീസിലൂടെ ഒഴുകി, ഓക്കെ, ബ്ലഡ് ഇങ്ങനെ ആർട്ടറിയിലൂടെ ഒഴുകി ഇതിങ്ങനെ കാപ്പിലറിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് കാപ്പിലറീസിൻ്റെ മൈന്യൂട്ട് പോഴ്സിലൂടെ ആ ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യും. ആ ഫ്ലൂയിഡാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് നമ്മുടെ സെൽസിന് ഓക്സിജനും ന്യൂട്രിയൻസും കൊടുക്കും. എന്നിട്ട് തിരികെ സെൽസ് എന്ത് കൊടുക്കും? കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റും. അത് കയറി പോകും നമ്മുടെ വെയിൻസിൽ, കാപ്പിലറിയിലേക്ക് തന്നെ കയറി ഈ കാപ്പിലറീസ് ജോയിൻ ചെയ്ത് വെയിനായിട്ട് മാറും. പക്ഷെ എന്നാലും സെൽസിൻ്റെ ഇടയിൽ എന്തുണ്ടാകും? സെൽസിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് ടിഷ്യൂ ഫ്ലൂയിഡ് ബാക്കി ഉണ്ടാവും. ആ ടിഷ്യൂ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്തെടുക്കുന്ന ആളാണ് ലിംഫാറ്റിക് കാപ്പിലറി. ആ ലിംഫാറ്റിക് കാപ്പിലറിൻ്റെ അകത്ത് ടിഷ്യൂ ഫ്ലൂയിഡ് കയറിയാൽ ദാറ്റ് ഈസ് കോൾഡ് ലിംഫ്. ഓക്കെ, യെസ്. നാളെ ഗുഡ് ഫ്രൈഡേ അല്ലേ മക്കളെ? നാളെ നല്ല ഫ്രൈഡേ ആകുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണ്ടേ അല്ലേ? ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖവെള്ളിയാണ്. പക്ഷെ നമ്മളെന്താണ്, നമ്മളെ യേശുദേവന് സന്തോഷം വരുന്നത് എപ്പോഴാണ്? നമ്മൾ പഠിക്കുമ്പോഴാണ്. യേശുദേവൻ എല്ലാവരും പഠിക്കണം എന്നല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗുഡ് ഫ്രൈഡേ ആകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോഴാണ് ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നും മലയാളത്തിൽ ദുഃഖവെള്ളി എന്നും. എന്തായാലും നമ്മൾ ദൈവത്തിന് സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്? പഠിച്ചാലാണ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. റെഡി? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേഗം മാച്ച് ചെയ്തോ. മാച്ച് ചെയ്യുക, കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ക്യാരി ഓൺ. കിട്ടിയോ? എനിക്ക് കിട്ടി. സി ആണോ? വെരി ഗുഡ്. ബേസോഫിലിന് എടുക്കാം. ബേസോഫിലാണ് ഹിസ്റ്റമിനൊക്കെ റിലീസ് ചെയ്യുക. അപ്പോൾ B4 വരുന്ന ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ. ഒറ്റ ഓപ്ഷനിൽ ആൻസർ കിട്ടി. ദെൻ മാച്ച് ദ ഐറ്റംസ് ഗിവൺ ഇൻ കോളം 1 വിത്ത് ദോസ് ഇൻ കോളം 2 എന്നിട്ടാ. വീണ്ടും ഇത് നിങ്ങൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണേ. മിസ് മൂക്ക് പണ്ടേ കുത്തിയായിരുന്നു, ഇപ്പോഴാണോ കാണുന്നേ? ഇത് വേഗം പറഞ്ഞേ. ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ടിങ്. നമുക്ക് 2 കിട്ടണം. 2 കിട്ടുന്ന ഓപ്ഷൻ ഡി. അഡ്മിറ്റ് കാർഡ് വന്നതായിട്ട് മിസ് ലൈവിലേക്ക് കയറുന്ന വരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മിസ് നോക്കാം കേട്ടോ. ഡി, യെസ്. ദെൻ അഡൾട്ട് ഹ്യൂമൻ RBC ആർ ഈ ന്യൂക്ലിയസ് ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദിസ്? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അല്ലേ? RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. അതിന് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഏതാ വരിക? ന്യൂക്ലിയസ് ഇല്ല, പാവം. ഏതാണ് മക്കളെ കറക്റ്റ് എക്സ്പ്ലനേഷൻ? വെരി ഗുഡ്. ഓൺലി 4. all their internal space available for oxygen transport. Metabolism ഇല്ലാത്തതുകൊണ്ടല്ല, they are somatic cells ആയതുകൊണ്ടല്ല, do not reproduce അല്ല. Ready? Then name the blood cells whose reduction in number can cause clotting disorder. ആരുടെ ഒരാളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാത്ത അസുഖം ഉണ്ടാകും. ഓപ്ഷൻ വായിക്കുമ്പോൾ ചിരി വരുന്ന അത് നല്ല കോമഡി ഓപ്ഷൻസ് ആയിരുന്നു. എനിക്കും ചിരി വരുന്നായിരുന്നു ആദ്യം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇടുന്ന സമയത്ത്. ഏതാണ്? നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണല്ലേ. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എണ്ണം ഇല്ലെങ്കിലാണ് എന്ത് ചെയ്യുക? നമുക്ക് ക്ലോട്ടിങ് ഡിസോർഡേഴ്സ് ഉണ്ടാവുക. ദെൻ സീറം ഡിഫർ ഫ്രം ബ്ലഡ്. സീറം ബ്ലഡിൽ നിന്ന് എങ്ങനെയാണ് മക്കളെ ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? സീറത്തിന് എങ്ങനെയാണ് ബ്ലഡിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്? അപ്പോൾ സീറം എന്താണെന്ന് മനസ്സിലാക്കണം, പിന്നെ ബ്ലഡ് എന്താണെന്ന് ആലോചിക്കണം, എന്നിട്ട് ഓപ്ഷൻ പറയാം. സീറത്തിന് എന്താണ്? ബ്ലഡിൻ്റെ അകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, സീറത്തിനകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇല്ല. Then a person with a blood group AB is considered as universal recipient. എന്തുകൊണ്ടാണ് AB blood groupനെ universal recipient എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? നോ ആൻറ്റിജൻ അല്ല, 2 ആൻറ്റിജനും ഉണ്ട്, 2 ആൻറ്റിബോഡി ഇല്ല. വെരി ഗുഡ്. Both A and B antigens in the plasma അല്ല, it is in RBC. Both A and B antigens on RBC ഉണ്ട്, പക്ഷേ antibodies in plasma ഇല്ല. A certain road accident patient
വിത്ത് അൺനോൺ ബ്ലഡ് ഗ്രൂപ്പ്. ഒരാൾക്ക് റോഡ് ആക്സിഡൻറ്റ്. മക്കളെ എന്തുകൊണ്ടാണ് ഡി വന്നത് മനസ്സിലായോ? ബോത്ത് എ ആൻഡ് ബി ആൻറ്റിജൻസ് ഇൻ ദ പ്ലാസ്മ എന്നാണ് പറഞ്ഞത്. ആൻറ്റിജൻസ് ആർ പ്രസൻറ്റ് ഓൺ ദി RBC, നോട്ട് ഇൻ ദ പ്ലാസ്മ. യെസ്, ഇത് നോക്കിക്കേ, ഒരാൾക്ക് അസുഖം പറ്റി, അല്ല ആക്സിഡൻറ്റ് പറ്റി, അയാൾ ആരാണെന്ന് നമുക്കറിയില്ല, അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്കറിയില്ല, പക്ഷേ അയാൾക്ക് എത്രയും പെട്ടെന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണം. ഹിസ് വൺ ഡോക്ടർ ഫ്രണ്ട് അറ്റ് വൺസ് ഓഫർ ഹിസ് ബ്ലഡ്. വാട്ട് വാസ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ ഡോണർ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊരു ഡോക്ടർ ഫ്രണ്ട്, ആ ആക്സിഡൻറ്റ് പറ്റിയ ആളുടെ ഡോക്ടർ ഫ്രണ്ട് പറഞ്ഞു ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? What was the blood group of the donor? ഡോണറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? യൂണിവേഴ്സൽ ഡോണർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് O ആയിരിക്കും. ദെൻ അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹ്യൂമൻ ഓർഗൻ ഇസ് ഓഫൻ കോൾഡ് ആസ് ഗ്രേവ്യാർഡ്? RBCയുടെ ശവപ്പറമ്പ്. ആരാണ് മക്കളെ RBCയുടെ ശവപ്പറമ്പ് എന്ന് അറിയപ്പെടുന്നത്? ആര്? വെരി ഗുഡ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്, സ്പ്ലീനാണ്. ദെൻ അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലാസ്മ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ? ഇതുണ്ട്, നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്റർ എന്ന് ചോദിക്കുക. ബ്ലഡ് കോയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ശത്രുത ഉള്ളവനാണെങ്കിലോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല, ക്വസ്റ്റ്യനിൽ ശത്രുതയൊന്നും ഇല്ല കേട്ടോ. ഫൈബ്രിനോജൻ, കോയാഗുലേഷന് സഹായിക്കുന്ന ഫൈബ്രിനോജൻ. ഹീമോഗ്ലോബിൻ നല്ല തോട്ടാണ്, എന്തായാലും അത് നല്ലൊരു തോട്ടാണ്. ശത്രുതയുള്ളവനാണെങ്കിൽ അവൻ അങ്ങ് മരിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് വേണമെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് അല്ലാത്തത് കൊടുക്കും. പക്ഷേ ക്വസ്റ്റ്യനിൽ അങ്ങനെ വരില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് ആൻസർ എഴുതാൻ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോവേ. ഹീമോഗ്ലോബിൻ 100 ml ഓഫ് ബ്ലഡ് നോർമൽ ഹെൽത്തി ആളിൽ എത്ര ഉണ്ടാവണം? 12 to 16 grams ആണ്. നിങ്ങളുടെ ചിന്തകൾ അപാരം തന്നെ. ഓക്കെ, there is no DNA. ആർക്കാ മക്കളെ DNA ഇല്ലാത്തത്? അല്ലെ, DNA എവിടെയാണ് കാണുന്നത്? ന്യൂക്ലിയസിലാണ്. അപ്പം ന്യൂക്ലിയസ് ഇല്ലാത്തത് ഇതിൽ ആർക്കാ? മെച്ചുവർ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. അതിനർത്ഥം RBC ജനിക്കുമ്പോൾ ന്യൂക്ലിയസ് ഉണ്ടെന്നാണ്. RBC ജനിക്കുമ്പോൾ RBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷെ അത് മെച്ചുവർ ആകുമ്പോൾ ന്യൂക്ലിയസ് ഇല്ലാണ്ടാവുന്നതാണ് കേട്ടോ. ദെൻ ഗ്ലോബുലിൻ കണ്ടെയ്ൻഡ് ഇൻ ഹ്യൂമൻ ബ്ലഡ് പ്ലാസ്മ പ്രൈമർലി ഇൻവോൾവ്. ഗ്ലോബുലിൻസ് എന്തിനാണ് മക്കളെ സഹായിക്കുന്നത്? പ്ലാസ്മ പ്രോട്ടീൻ ആണ് അല്ലേ? എന്തിനാണ് സഹായിക്കുന്നത് ഗ്ലോബുലിൻസ്? എന്തിനാണ് സഹായിക്കുന്ന ഗ്ലോബുലിൻസ്? വെരി ഗുഡ്, ഡിഫെൻസ് മെക്കാനിസം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ആക്റ്റീവ് ഫാഗോസൈറ്റിക് ബ്ലഡ് സെൽ. ആരാണ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഫാഗോസൈറ്റോസിസ് നടത്തുന്ന ആൾ? ആരാണ് അയാൾ? ഫാഗോസൈറ്റോസിസ് നടത്തുന്ന ആൾ ആരാ? മിസ്സാണോ? ഞാനാണോ? ഈസിനോഫിൽ അല്ല. ന്യൂട്രോഫിലും മോണോസൈറ്റും. ഈസിനോഫിൽ അല്ല. Which type of white blood cells are concerned with the release of histamine? Okay, heparin. ഇതെന്തത് കഥ? ഹിസ്റ്റമിന് ഹെപ്പാരിൻ ഒക്കെ റിലീസ് ചെയ്യുന്നത് ആരാ മക്കളെ? മിസ്സാണെന്നാ? ഞാൻ അങ്ങനെ വിഴുങ്ങുമോ നിങ്ങളെ? ആരാ? ബേസോഫിൽ. യെസ്. Then a drop of each of the following is placed separately in 4 slides. Which of them will not coagulate? 4 ആൾക്കാർ ബ്ലഡ് സീറം എടുത്തു, സാമ്പിൾ ഫ്രം thoracic duct of lymphatic system എടുത്തു, ബ്ലഡ് ഫ്രം പൾമണറി ആർട്ടറി എടുത്തു, ബ്ലഡ് പ്ലാസ്മ എടുത്തു. ആരിതിൽ ക്ലോട്ട് ചെയ്യൂല? ആരാ ക്ലോട്ട് ചെയ്യാത്ത ആള്? സിമ്പിൾ, സീറം ക്ലോട്ട് ചെയ്യില്ല. കാരണം എന്താണ്? നോ ക്ലോട്ടിങ് ഫാക്ടേഴ്സ്. ക്ലോട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ടാവില്ല, അതുകൊണ്ട് സീറം ക്ലോട്ട് ചെയ്യില്ല. ഓക്കെ. In the ABO system of blood group, if both antigens are present but no antibody, the blood group of the individual would be. Okay, 2 ആൻറ്റിജൻസും ഉണ്ട് പക്ഷെ ആൻറ്റിബോഡി ഇല്ല. എന്തായിരിക്കും ആളുടെ ബ്ലഡ് ഗ്രൂപ്പ്? 2 ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ കിട്ടി അല്ലേ? AB ആയിരിക്കും. ദെൻ അടുത്തത്, വാട്ട് ഈസ് കറക്റ്റ് ഫോർ ബ്ലഡ് ഗ്രൂപ്പ് O? ബ്ലഡ് ഗ്രൂപ്പ് Oനെ കുറിച്ച് പറയുന്നതിൽ ഏതാണ് കറക്റ്റ്? ഓക്കെ, ഒരു ആൻറ്റിജനും ഉണ്ടാവില്ല. ആൻറ്റിബോഡി ആബ്സെൻ്റ് അല്ല. A and B ആൻറ്റിജൻസ് ഉണ്ടാവില്ല. നോ ആൻറ്റിജൻ ബട്ട് ബോത്ത് ആൻറ്റിബോഡീസ് ആർ പ്രസൻറ്റ്. യെസ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് is caused when fertilization takes place between the gametes of. ഇത് ശ്രദ്ധിക്കണം, between the gametes of. നോക്കട്ടെ, ഇതാര് കറക്റ്റ് ആക്കുന്നു നോക്കട്ടെ. നോക്കിക്കേ, നമുക്കറിയാം
എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നടക്കുന്നത് RH നെഗറ്റീവ് മദറും ആൻഡ് കൊച്ചെന്താണ്, അല്ല കുഞ്ഞുവാവ എന്താണ്, കുഞ്ഞുവാവ RH പോസിറ്റീവാണ്. ബേബി RH പോസിറ്റീവും അമ്മ RH നെഗറ്റീവും ആണ്. ഓക്കെ, അപ്പോൾ അമ്മ RH നെഗറ്റീവ് ആയിട്ടുള്ള കേസ് നമ്മൾ എടുത്താൽ മതി. ഫീമെയിൽ RH പോസിറ്റീവ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് വേണ്ട. ഈ 2 കേസ് നമ്മൾ ഒഴിവാക്കി. കാരണം അമ്മ RH പോസിറ്റീവ് ആണെങ്കിൽ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നടക്കില്ല. ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അച്ഛനും അമ്മയും RH നെഗറ്റീവ് ആണെങ്കിൽ കുഞ്ഞ് എന്തായിരിക്കും, കുഞ്ഞ് ബേബി RH നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അമ്മയും അച്ഛനും നെഗറ്റീവ് ആണെങ്കിൽ കുഞ്ഞ് RH നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, അമ്മ RH നെഗറ്റീവ് പക്ഷെ അച്ഛൻ RH പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ബേബിക്കുള്ള ചാൻസ് പോസിറ്റീവ് ആകാനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക അത് എന്തുകൊണ്ടാണ് മിസ് അങ്ങനെ? അതിൻ്റെ കാരണം നിങ്ങൾ ചിലപ്പോൾ ഇതിൽ പഠിച്ചിട്ടുണ്ടാവും, ജെനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആ കാരണമാണ് ഡോമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, എന്താ ചെയ്യാ? അണ്ണോന്റെ ശരിക്കും പേരെന്താ? ഇനി ഇവിടെ പറഞ്ഞേ മക്കളെ, ക്ലാസ് നമുക്കൊരു 9 തീർക്കാൻ വേണ്ടി മിസ് മാക്സിമം നോക്കാം അല്ലേ. ഫുൾ ഹാർട്ടിൻ്റെ ചാപ്റ്റർ എത്തിയപ്പോൾ ഹാർട്ട്, ദേ സേ ദാറ്റ് ഹാർട്ട് ബീറ്റ് 72 times a minute, but mine skips a few every time you speak. എന്ത് ചെയ്യാ? ഫ്ലേർട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ കഴിഞ്ഞില്ലേ മക്കളെ? ഞാനിതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കണുള്ളൂ. ഓക്കെ, റെഡി? ഓക്കെ, പക്ഷേ നല്ല ഒരു എന്താ പറയുക, എഴുത്തിൽ നല്ല ഭാവിയുണ്ട്. അപ്പോൾ ഈ ഒരു കഴിവ് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, നല്ല എഴുത്തിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇതൊരു രസമുണ്ട് കേൾക്കാൻ. എന്തായാലും വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയല്ലോ, നല്ല നല്ല വാക്കുകളാണ്. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവാറില്ലേ, നമ്മൾ ഓരോ ഇതിലൊക്കെ കോട്ട്സ് എഴുതാറില്ലേ, അങ്ങനെ കോട്ട്സ് എഴുതുന്നതിലൊക്കെ നല്ല ഫ്യൂച്ചർ ഉണ്ട്. RH നെഗറ്റീവ് ആൻഡ് RH പോസിറ്റീവ് ആയാൽ കുട്ടിക്ക് പ്രശ്നമുണ്ടോ? ഉണ്ട്. അമ്മ RH നെഗറ്റീവും കൊച്ചു RH പോസിറ്റീവ് ആയാൽ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് നടക്കും. ഇത് പറഞ്ഞേ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഫോർ WBC? WBCനെ സംബന്ധിച്ചിടത്തോളം ഏതാ മക്കളെ കറക്റ്റ്? വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഫോർ WBC? ഏതാണ് ട്രൂ? ആർക്കാം? നോൺ ന്യൂക്ലിയേറ്റഡ് ആണോ? അല്ല, ന്യൂക്ലിയേറ്റഡ് ആണ്. ഇൻ ഡെഫിഷ്യൻസി ക്യാൻസർ ഇസ് കോസ്ഡ് മാനുഫാക്ചർഡ് ഇൻ തൈമസ് ക്യാൻ സ്ക്വീസ് ത്രൂ ബ്ലഡ് കാപ്പിലറീസ്. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാൻ സ്ക്വീസ് അല്ലേ. നമ്മൾ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പഠിച്ചിട്ടുണ്ട്. ബ്ലഡ് കാപ്പിലറിയിലൂടെ ഇങ്ങനെ നുഴഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. Then which of the following is agranulocyte? ഏതാണ് ഇതിൽ agranulocyte? ആൻഡ് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ സംസാരിക്കാറുണ്ട്, അണ്ണോൾ സംസാരിക്കുന്ന പോലെ. എനിക്ക് ആദ്യം കേട്ടപ്പോൾ അത് ഓർമ്മ വന്നു. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എഗ്രാനുലോസൈറ്റ്? ഇതിൽ ഏതാ മക്കളെ എഗ്രാനുലോസൈറ്റ്? അത് യക്ഷിയാണ് ഞാൻ. ഇതിൽ ഏതാ മക്കളെ എഗ്രാനുലോസൈറ്റ്? ഫില്ലുകളെല്ലാം ഗ്രാനുലോസൈറ്റ് ആണ്. എഗ്രാനുലോസൈറ്റ് ലിംഫോസൈറ്റ് ആണ്. റെഡി? ഇനി അടുത്തത് നോക്കിക്കേ, കോമ്പണന്റ് ഓഫ് ബ്ലഡ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ആരാ? ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ആരാ? ലിംഫോസൈറ്റ്. അതിൽ ബി ലിംഫോസൈറ്റ് ആണ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുക. ദെൻ കാർബോണിക് എൻഹൈഡ്രേസ്. ഗോസ്റ്റ് ക്ലാസ് ഫുൾ പേടിക്കണം എല്ലാവരും. ഓക്കെ, ഏതാണ് കാർബോണിക് എൻഹൈഡ്രേസ്? ലിംഫോസൈറ്റ്, ബ്ലഡ് പ്ലാസ്മ, RBC, ല്യൂക്കോസൈറ്റ്. കാർബോണിക് എൻഹൈഡ്രേസ് ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണുന്നത്? ഗോസ്റ്റ് വരും, യക്ഷി വന്ന് പിടിക്കും. വേഗം പറഞ്ഞോ, എവിടെയാണ് കാർബോണിക് എൻഹൈഡ്രേസ് കൂടുതൽ കാണുന്നേ? എൻ്റെ മക്കളെ ഒന്ന് പറഞ്ഞേ, എവിടെയാ കാണുന്നേ? RBCയിലാണ്. ഞാൻ പറഞ്ഞ മറന്നുപോയോ? എന്താ അവസ്ഥ? RBCയിലാണ് കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം കൂടുതൽ കാണുന്നത്. ഇനി മറക്കല്ലേ കേട്ടോ. അതെല്ലാവരും പേടിച്ചിട്ടാണെങ്കിലും പഠിക്കണം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? ഇതിൽ ഏതാ കറക്റ്റ് നോക്കട്ടെ. ഇത് നിങ്ങളെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൈയടി തരുന്നതായിരിക്കും.
ഓക്കെ, വേഗം പറഞ്ഞേ. ലിംഫ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ പ്ലസ് RBC ആണോ? ലിംഫിൽ ഒരിക്കലും RBC ഉണ്ടാവില്ല, കളർലെസ് ആണ്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ പ്ലാസ്മ പ്ലസ് RBC പ്ലസ് WBC പ്ലസ് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്ന് ലിംഫോസൈറ്റ് മാത്രം മൈനസ് ചെയ്താണോ? അല്ല, RBCയും മൈനസ് ചെയ്യണം. സീറത്തിൻ്റെ അകത്ത് ക്ലോട്ടിംഗ് ഫാക്ടർ ഉണ്ടാവോ? ഉണ്ടാവില്ല. ഇതാണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, നല്ല മക്കളാണല്ലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ദ മെയിൻ ഫംഗ്ഷൻ? നോട്ട് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ലിംഫ് ഗ്ലാൻഡ്. ലിംഫ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാ മക്കൾ? ഇതിൽ ലിംഫ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് അല്ലാത്തത് ഏതാ? RBC ഫോം ചെയ്യുന്നത് ഫംഗ്ഷൻ അല്ല, പ്രോട്ടീൻ അല്ല മക്കളെ, പച്ചവെള്ളമാണ്. നമ്മുടെ ഹാർട്ട് എത്തി. ഓക്കെ, ഹാർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹാർട്ടിന് 4 ചേംബേഴ്സ് ഉണ്ട്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. പിന്നെ ആരാ ഉള്ളത്? ഇങ്ങോട്ടേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന, റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന സുപ്പീരിയർ വീനാ കാവ. കാരണം എന്താ? മുകളിൽ നിന്നാണ് വരുന്നത്. താഴെ നിന്ന് കൊണ്ടുവരുന്ന ഇൻഫീരിയർ വീനാ കാവ. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്ന പൾമണറി വെയിൻ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന നമ്മളുടെ അയോട്ട. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്ത് പോകുന്ന പൾമണറി ആർട്ടറി, ട്രൈകസ്പിഡ്, ബൈകസ്പിഡ്. ആൻഡ് ഇവിടെ കുറച്ച് കോഡിയ ടെൻഡിനുകൾ കാണാം. എന്തിനാണ്? വാൽവിനെ ഇങ്ങനെ നിർത്താനാണ്. യെസ്, എല്ലാവരും നല്ലപോലെ വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം കുടിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. എന്താ കാരണം? ഒന്നാമത്തേതായിട്ട് നിങ്ങൾക്ക് തലവേദന പോലത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ യെസ്, മിസ്സിൻ്റെ ഡ്രോയിങ് മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെ സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ് മിസ് വരച്ച് കളിക്കാത്തത്. നല്ലപോലെ വെള്ളം കുടിക്കുക. കാരണം നിങ്ങളുടെ ബ്രെയിനിന് അത്യാവശ്യമാണ് വെള്ളം. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര അത്യാവശ്യമാണ് വെള്ളം. പിന്നെ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കണ്ണിന്, നമ്മുടെ സ്കിന്നിന് ഒക്കെ വെള്ളം വേണം. നമ്മുടെ ബോഡി 75% വെള്ളമാണ് അല്ലേ? അതെ, മിസ് തുടങ്ങി. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ചുളിയും. ഓക്കെ, നിങ്ങളുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞ് ഇരിക്കും. നമ്മുടെ സ്കിന്ന് എപ്പോഴും ഹെൽത്തി ആക്കിയിട്ട് വെക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കാം. സ്കിന്ന് ചുളിയണത് മോശമാണെന്നല്ല മിസ് പറയണം. നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ഏജ് ആവുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ചുളിയും. പക്ഷേ ആ ഏജിനേക്കാൾ മുമ്പ് നിങ്ങളുടെ സ്കിന്ന് ചുളിഞ്ഞാലോ? നിങ്ങൾ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സ്കിന്നുണ്ട്, പക്ഷേ അതിനേക്കാൾ മോശമാവുന്നത് നല്ലതാണോ? അല്ല. റീഡിങ് മോഡിൽ ഇടുന്നത് നല്ലതാണ്. യെസ്, എൻ്റെ ഫോൺ എപ്പോഴും റീഡിങ് മോഡാണ്, എപ്പോഴും ബ്ലാക്ക് കളറാണ്. സ്കിന്ന് വിട്ടൊരു കളിയില്ല മക്കളെ. സ്കിന്നല്ല, നമ്മുടെ മൊത്തത്തിലുള്ള ഹെൽത്ത് വിട്ട് കളിക്കരുത്. ഓക്കെ, മൊത്തത്തിൽ നിങ്ങളുടെ ഹെൽത്ത് വിട്ട് നിങ്ങൾ കളിക്കാതിരിക്കുക. അത് എവിടെ ആയിക്കോട്ടെ. ഓക്കെ, എവിടെ ആയിക്കോട്ടെ നിങ്ങളുടെ ഹെൽത്ത് വിട്ട് നിങ്ങൾ കളിക്കാതിരിക്കുക. നിങ്ങളുടെ സ്കിൻ ഹെൽത്ത് ആയിക്കോട്ടെ, നിങ്ങളുടെ ബോഡി ഹെൽത്ത് ആയിക്കോട്ടെ, മൊത്തത്തിലുള്ള ഹെൽത്തിന് നമുക്ക് വാട്ടർ വെരി അത്യാവശ്യം. ഓക്കെ, ഇനി ഇത് ഏതാ സാധനം? ഇത് നമ്മുടെ SA നോഡാണ് നമ്മുടെ പേസ് മേക്കർ. SA നോഡ് ഇമ്പൾസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്കും കൊടുക്കും, ഇങ്ങോട്ടേക്കും കൊടുക്കും. ഇവിടെയാണ് നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്, AV നോഡ്. AV നോഡിൽ നിന്ന് വരുന്നതാണ് ബണ്ടിലല്ല, AV ഫൈബേഴ്സോ? ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ, AV ബണ്ടിൽ വരും. AV ബണ്ടിൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ആകും. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയും. ബണ്ടിൽ ഓഫ് ഹിസ്. ഈ ബണ്ടിൽ ഓഫ് ഹിസ് പിന്നെ വെൻട്രിക്കിൾസിൻ്റെ വാൾസിലേക്ക് കയറി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് പുർക്കിൻജെ ഫൈബേഴ്സ്. ഓക്കെ, ഈ ഓർഡർ ചോദിക്കൂ കേട്ടോ, ഇപ്പോൾ കാണിച്ചു തരാം. യെസ് അണ്ണോൺ. ഓക്കെ, അപ്പോൾ ഇത് അടുത്ത നോക്കിക്കേ. ഇതിൻ്റെ കൂടെ നിങ്ങളിവിടെ ശ്രദ്ധിക്കാൻ വേണം കേട്ടോ. ഓക്കെ, ഈ കഴിവുകൾ നമുക്ക് ക്ലാസ്സിലും കൂടെ ഉപയോഗിക്കണം. ഓക്കെ, റെഡി? മിസ് ഒരു ഹാർട്ട് വരക്കാവോ? ഷോടാ, ഞാൻ ഹാർട്ട് വരച്ച് തരുന്നതായിരിക്കും, പക്ഷേ ക്ലാസ്സിൻ്റെ ലാസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. മിസ് ക്ലാസ്സിൻ്റെ ലാസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വരച്ച് തരും? ഇത് വരച്ച് തരും, ഹാർട്ട് വരച്ച് തരും. ഓക്കെ, ഇനി നമ്മുടെ സൈനോ ഏട്രിയൽ നോഡുണ്ട്. സൈനോ ഏട്രിയൽ നോഡാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത്. ആ ആക്ഷൻ പൊട്ടൻഷ്യലാണ് പിന്നീട് നമ്മുടെ ഹാർട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ കാരണമാവുന്നത്. ഇനി ഇതാ, ഒരു മിനിറ്റിൽ നമുക്കൊരു 70 to 75 എണ്ണമാണ് എന്തുണ്ടാക്കുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ പേസ് മേക്കർ എന്ന് പറയും. ഈ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളുടെ അടുത്ത ആളാരാണ്? നമ്മുടെ കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിൾ നോക്കുകയാണെങ്കിൽ
ഗവൺമെൻറ് കോളേജിൽ കിട്ടണമെങ്കിൽ നീറ്റിന് നല്ല മാർക്സ് വേണം, നല്ല മാർക്സ് വേണം. ഓക്കെ, കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അറിയാലോ എത്ര കുട്ടികൾക്കാണ് ഫുൾ മാർക്സ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നല്ലപോലെ നിങ്ങൾ എയിം ചെയ്യുക, അങ്ങനെയെങ്കിൽ നമുക്ക് ഗവൺമെൻറ് കോളേജസിൽ കിട്ടുള്ളൂ. കാരണം കോമ്പറ്റീഷൻ അത്ര അധികം ടൈറ്റാണ്. നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സീറ്റ് മതി? നിങ്ങൾക്ക് ഒരു സീറ്റ് മതി. ഈ ഒരൊറ്റ സീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ 101% കൊടുക്കുക, തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് നോക്കേണ്ട, നിങ്ങൾക്ക് കിട്ടിയിരിക്കും നിങ്ങളുടെ ആ ഒരു സീറ്റ്. റെഡി? ഇനി നമ്മളുടെ വെൻട്രിക്കിൾസിൻ്റെ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ചേംബേഴ്സിൻ്റെ കോൺട്രാക്ഷന് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയും, റിലാക്സേഷന് നമ്മൾ ഡയസ്റ്റോൾ എന്ന് പറയും. അങ്ങനെ നമ്മളുടെ ഹാർട്ട് ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് 0.8 സെക്കൻഡ്. അതാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്. ഏതൊക്കെ മൊമെൻറ്റ്സ് ഉണ്ട്? ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ട്, പിന്നെ നമ്മുടെ ഏട്രിയൽ സിസ്റ്റോൾ, ആദ്യം ജോയിൻറ്റ് ഡയസ്റ്റോൾ, ദെൻ ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, പിന്നെ നമ്മളുടെ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ, ദെൻ വീണ്ടും ജോയിൻറ്റ് ഡയസ്റ്റോൾ. ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് വെറും 0.8 സെക്കൻഡിൽ. ഓക്കെ, 0.8 സെക്കൻഡിലാണ് ഈ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ 2 സൗണ്ട് കേൾക്കും, അതാണ് നമ്മുടെ ലബും ഡബും. ഇവിടെ ഉണ്ടോ ലബും ഡബും? ഇല്ല. ലബും ഡബും എവിടേക്കാണ് മക്കളെ കേൾക്കുന്നത്? ദാ ആദ്യം ജോയിൻറ്റ് ഡയസ്റ്റോൾ. ജോയിൻറ്റ് ഡയസ്റ്റോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ബ്ലഡ് വരും, ഇങ്ങോട്ടേക്ക് ബ്ലഡ് വരും, ആ ബ്ലഡ് ഇങ്ങോട്ടേക്കും വീഴുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഏട്രിയം ഫുള്ളാവും. ഏട്രിയം ഫുള്ളാവുന്ന സമയത്ത് ഏട്രിയം കോൺട്രാക്ട് ചെയ്യുമ്പം എല്ലാ ബ്ലഡും വെൻട്രിക്കിൾസിലേക്ക് വീഴും. ആൻഡ് ഈ ബ്ലഡ് ഇവിടെ നിറയുമ്പം വെൻട്രിക്കിൾ ഫുള്ളാകുമ്പോൾ വെൻട്രിക്കിൾസിൽ നിന്ന് ബ്ലഡിനൊരു ബാക്ക് ഫ്ലോ ഉണ്ടാവും. ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെൻട്രിക്കുലാർ ഏട്രിയം കോൺട്രാക്ട് ചെയ്ത സമയത്ത് എന്ത് ചെയ്യും? 2 വാൽവ് അടയും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സൗണ്ടാണ് നമ്മുടെ ലബ്. ഓക്കെ, ലബ് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കും. ഇതിപ്പോൾ ഫുള്ളായി കിടന്നിട്ടുള്ളൂ. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബാക്ക് ഫ്ലോ ഉണ്ടാകും. ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വാൽവ് അടയ്ക്കുമ്പോഴാണ് നമ്മൾ എന്ത് സൗണ്ട് കേൾക്കുന്നത്? നമ്മൾ ലബ് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും പ്രഷർ കൂടുന്ന സമയത്ത് ഈ സെമി ലൂണാർ വാൽവ് ഓപ്പൺ ആകും, ബ്ലഡ് ഇതിനകത്തേക്ക് കയറും. ബ്ലഡ് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ബ്ലഡിന് തിരികെ വരാൻ വേണ്ടി തോന്നും. അപ്പോഴെന്തടയും? നമ്മുടെ ഈ വാൽവ് അടയും വെൻട്രിക്കുലാർ ഡയസ്റ്റോളിൻ്റെ സമയത്ത്. വെൻട്രിക്കുലാർ സിസ്റ്റോളിൽ ലബ് കേൾക്കും, വെൻട്രിക്കുലാർ ഡയസ്റ്റോളിൽ ഡബ് കേൾക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ വീണ്ടും എല്ലാവരും ജോയിൻറ്റ് ഡയസ്റ്റോൾ. ബേബീസ് 2 ആൽഫ 2 ഗാമ ഹീമോഗ്ലോബിൻ്റെ മെറിറ്റ് എന്താ? ആൽഫ ചെയിനും ബീറ്റ ചെയിനും ആണോ? അതായത് ബേബീസിന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ ഉള്ളത്? നമ്മുടെ ഹീമോഗ്ലോബിന് 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ഉണ്ട്. ഓക്കെ, ഈ ബീറ്റ ചെയിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-BPG ആണെന്ന് തോന്നുന്നു. ഒരു കെമിക്കൽ ഉണ്ട് ഗ്ലൈക്കോലൈസിസിൻ്റെ പ്രൊഡക്റ്റ്, ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ കോമ്പൗണ്ട് ആണെന്നാണ് ഓർമ്മ, കറക്റ്റ് ഓർമ്മയില്ല. ഈ സാധനം നമ്മളുടെ ബീറ്റനോട് പോയിട്ട് ബൈൻഡ് ചെയ്യും, ബീറ്റ ചെയിനോട് പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ഓക്സിജൻ ബൈൻഡ് ചെയ്യാനുള്ള ഡെഫിഷ്യൻസി കുറയും. കുഞ്ഞു മക്കൾക്കാണെങ്കിൽ 2 ആൽഫയും 2 ഗാമയുമാണ്. അപ്പോൾ എന്താണ്? ഈ BPGAക്ക് വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഓക്സിജനോടുള്ള എഫിഷ്യൻസി കൂടും. ഓക്കെ, ഓക്സിജൻ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കും കുഞ്ഞുമക്കളിൽ ഗാമ ആയതുകൊണ്ട്. അതാണ് അതിൻ്റെ കാരണം. BPG ആണെന്നാണ്. ഗ്ലൈക്കോലൈസിസിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരുന്നു? റെസ്പിറേഷൻ കഴിഞ്ഞോ? ഗ്ലൈക്കോലൈസിസിൻ്റെ പ്രൊഡക്റ്റ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നില്ലേ? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റിനെ അല്ല, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണില്ലേ? ഒന്ന് ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റും പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. പൈറുവിക് ആസിഡ് അല്ല, പൈറുവിക് ആസിഡ് ലാസ്റ്റ്. ആദ്യം ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്, പിന്നെ 2 സാധനമായിട്ട് മാറുന്നു. ആ സമയത്തുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ബീറ്റനോട് പോയിട്ട് ബൈൻഡ് ചെയ്യണത്. അതാണ് നമ്മുടെ എഫിഷ്യൻസി കുറയ്ക്കുന്നത്. യെസ്. ഇനി ഇതാ ഇവിടെ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഒറ്റ മിനിറ്റ്, ഇതൊന്ന് അഴിക്കട്ടെ, ഭയങ്കര ചൂട്. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫോ ഗ്ലിസറാൽഡിഹൈഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഇവിടേക്ക് വന്നേ ECG നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ വേവ്സ് കാണാം? നമ്മുടെ P വേവ് കാണാം, QRS കാണാം, ദെൻ T വേവ് കാണാം. ഇതിൽ P വേവ് എന്തിനാ സഹായിക്കുന്നത്? P വേവ് ആണ് നമ്മുടെ ഏട്രിയൽ സിസ്റ്റോൾ അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ.
ആൻഡ് QRS ആണ് നമ്മുടെ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. ആൻഡ് T വേവ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. റെഡി? വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. ഈ സാധനങ്ങൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ മക്കളെ പറയാ? ഇതിന് ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate ഗ്ലിസറാൽഡിഹൈഡ് 2 കോമ്പൗണ്ട് ഉണ്ടാവുന്നില്ലേ? ബിസ്ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ്. അപ്പോൾ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ബിസ്ഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ്. എന്നിട്ട് 2 ഉണ്ടാകും. ഇത് 2 കൂടി ഇതാവും. ഓക്കെ, ഈ സാധനം ബീറ്റാ ചെയിനോട് വന്ന് ബൈൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ബീറ്റാ ചെയിനോട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള എഫിഷ്യൻസി കുറയും. പക്ഷേ കുഞ്ഞു മക്കൾക്ക് ബീറ്റയ്ക്ക് പകരം ഗാമയാണ്. അപ്പോൾ ഗ്ലൈക്കോലൈസിസ് നടന്ന് ഈ പ്രൊഡക്റ്റ് ഉണ്ടായാലും ഓക്സിജൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഗുണം കേട്ടോ. പിന്നെ നമ്മളുടെ പോർട്ടൽ സർക്കുലേഷൻ പറയാനാണെങ്കിൽ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ തുടങ്ങിയിട്ട് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ അത് ലിവറിലെത്തിക്കും. ലിവറിൽ കുറേ മെറ്റബോളിക് ചേഞ്ചസ് നടക്കും. മെറ്റബോളിക് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ഫാറ്റി ആസിഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്യും. നമ്മുടെ കൊളസ്ട്രോൾ ഫോം ചെയ്യും. അങ്ങനത്തെ കുറേ റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ലിവറിൽ നിന്ന് ഹെപ്പാറ്റിക് വെയിൻ അത് വീന കാവയിലേക്ക് കൊണ്ടുപോകും. വീന കാവയിൽ നിന്ന് നേരെ അത് എവിടെ എത്തും? നമ്മുടെ ഹാർട്ടിലേക്ക് എത്തും. അപ്പം ഒരു ഓർഗനിൽ നിന്ന് മറ്റൊരു ഓർഗനിലേക്ക് കൊണ്ടുപോയ ആളായതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? പോർട്ടൽ വെയിൻസ് എന്ന് പറയുന്നത്. ഇതാ പിടിച്ചോ, വേഗം ആൻസർ ചെയ്തേ. ഫസ്റ്റ് എന്താ? QRS കോംപ്ലക്സ് ഇൻ സ്റ്റാൻഡേർഡ് ECG റെപ്രസെൻറ്റ്. എന്താ മക്കളെ QRS കോംപ്ലക്സ്? ഒരു സ്റ്റാൻഡേർഡ് ECGയിലെ QRS കോംപ്ലക്സ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യണേ? QRS കോംപ്ലക്സ് എന്താ റെപ്രസെൻറ്റ് ചെയ്യണേ? QRS കോംപ്ലക്സ് വെരി ഗുഡ്, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ദെൻ ഇത് നല്ല സിമ്പിൾ സാധനമാണ്. വേഗം മാച്ച് ചെയ്യുക എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാം. കേട്ടോ. ഏതാണ് വരിക? QRS കോംപ്ലക്സ് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ബി നമുക്ക് 1 കിട്ടണം. B1 ഇത് ഫുൾ B1 ആണല്ലോ. B1. ഓക്കെ, പി വേവ് എന്താണ്? ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. അപ്പോൾ നമുക്ക് A4 കിട്ടണം. A4 കിട്ടുന്നത് ഏതാ? ഇത് 2 ഉണ്ട്. ഇത് 2 ശരിയാണ്. ദെൻ സി നോക്കാം. ടി വേവ് എന്താ? റീപോളറൈസേഷൻ. സി നമുക്ക് 2 കിട്ടണം. ഇത് C2 ആണല്ലോ. റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ടി വേവ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വേവിൻ്റെ സൈസ് കുറയുന്നത്. റീപോളറൈസേഷൻ ഓഫ് ഏട്രിയ, ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ. ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾ അല്ല, അതല്ല. കൊറോണറി ഇഷീമിയ ആവാനാണ് ചാൻസ്. ഇത് മിസ് ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കൊറോണറി ഇഷീമിയ ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത പോർഷനാണ്, ഔട്ട് ഓഫ് സിലബസിൽ വരുന്നതാണ്. അപ്പോൾ ഇത് മിസ് ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞുതരാം ഈ ക്വസ്റ്റ്യൻ്റെ കേട്ടോ. കൊറോണറി ഇഷീമിയയ്ക്കാണ് ചാൻസ് കൂടുതൽ. റീപോളറൈസേഷൻ ഓഫ് ഏട്രിയ അല്ല, ഈ അസുഖത്തിൻ്റെയാണ്. ഈ സൈസ് കുറയുന്നത് അസുഖത്തിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 3 ആവാനാണ് ചാൻസ്. അതായത് ഓപ്ഷൻ ബിക്കാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഇത് മിസ് പറയുന്നില്ല കാരണം ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തതാണ് കേട്ടോ. ഇനി അടുത്തത്, മാച്ച് ദ ഐറ്റംസ് ഗിവൺ ഇൻ കോളം 1 വിത്ത് ദോസ് ഓഫ് കോളം 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാവോ? ഈ ടി വേവിൻ്റെ നമ്മൾ സിഗ്നിഫിക്കൻസ് പഠിക്കുന്നില്ലേ? ടി വേവിൻ്റെ സൈസ് കുറഞ്ഞാൽ, അതുപോലെ തന്നെ ഈ പി വേവിൻ്റെയും QRS കോംപ്ലക്സിൻ്റെയും ഇടയിലുള്ള സൈസ് കുറഞ്ഞാൽ അതിനൊക്കെ ഓരോ ഡിസീസ്ഡ് കണ്ടീഷൻ ഉണ്ട്. ചിലത് വാൽവിൻ്റെ ഡിസ്ഫങ്ഷൻ ആയിരിക്കാം, ചിലത് ഹാർട്ട് ബീറ്റിൻ്റെ എണ്ണം കൂടുന്നതാവാം, കുറയുന്നതാവാം. അതിനൊക്കെ ഡോക്ടേഴ്സിന് മനസ്സിലാവാൻ പറ്റുന്ന തരത്തിൽ ഓരോന്നിനും ഓരോന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ സിലബസിൽ ഇല്ല, അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഓക്കെ, ട്രൈക്കസ്പിഡ് വാൽവ് ഏതാ? റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും പൾമണറി ആർട്ടറിൻ്റെ ഇടയിലല്ല, ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ A3 വരുന്ന ഒറ്റ ഓപ്ഷൻ എ. വെരി ഗുഡ്. യെസ്. ദെൻ അടുത്തത്, ബ്ലഡ് പ്രഷർ ഇൻ ദ മെമേലിയൻ അയോട്ടാസ് മാക്സിമം. അയോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നതാണ്. എപ്പോഴാണ് അത് മാക്സിമത്തിൽ എത്തുക? സിസ്റ്റോൾ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഡയസ്റ്റോൾ ഓഫ് റൈറ്റ് ഏട്രിയം, സിസ്റ്റോൾ ഓഫ് ലെഫ്റ്റ് ഏട്രിയം, ഡയസ്റ്റോൾ ഓഫ് റൈറ്റ് വെൻട്രിക്കിൾ. നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന ബ്ലഡ് വെസലാണ്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഫീൽ ചെയ്യുക. ലെഫ്റ്റ് ഏട്രിയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ അയോട്ടയിൽ ഫീൽ ചെയ്യില്ല. ഓക്കെ, ഡയസ്റ്റോൾ അല്ല, സിസ്റ്റോളിലാണ് എപ്പോഴും ഹൈ പ്രഷർ ഫീൽ ചെയ്യുക. ഓക്കെ, ദെൻ ദ ഡയഗ്രാം ഗിവൺ ഹിയർ ഇസ് ദ സ്റ്റാൻഡേർഡ് ECG ഓഫ് എ പേഴ്സൺ. ഇതിൽ പി വേവ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എന്താണ് മക്കളെ ഇതിൽ പി വേവ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പി വേവ് ഏതാണ്? beginning of systole, end of systole, contraction of both atria, initiation of ventricular contraction. എന്താണ്?
വെരി ഗുഡ്. കോൺട്രാക്ഷൻ ഓഫ് ബോത്ത് ഏട്രിയ, ഏട്രിയൽ സിസ്റ്റോളിൻ്റെ ഇനീസിയേഷൻ ആണ് കാണിക്കുന്നത്. ദെൻ ബണ്ടിൽ ഓഫ് ഹിസ് ഇസ് എ പാർട്ട് ഓഫ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗൻ? ബണ്ടിൽ ഓഫ് ഹിസ് എന്തിൻ്റെ ഭാഗമാണ്? ബണ്ടിൽ ഓഫ് ഹിസ് ഭയങ്കര സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ബണ്ടിൽ ഓഫ് ഹിസ് എന്തിൻ്റെ ഭാഗമാണ്? വെരി ഗുഡ്, ഹാർട്ടിൻ്റെ ഭാഗമാണ് അല്ലേ. ദെൻ അടുത്തത് ഇഫ് ഡ്യൂ ടു സം ഇഞ്ചുറി, ഇത് ശ്രദ്ധിക്കണേ, ഇതൊരു നല്ല ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കോർഡേറ്റ് എൻഡിനെ മാർക്ക് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഇത് വരും. Caudate tendon of the tricuspid valve of human heart is partially non-functional. What will be the immediate effect? Okay, എവിടെയാണ് നോക്കണം? നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവിൻ്റെ കോർഡേറ്റ് ടെൻഡിനെ. കോർഡേറ്റ് ടെൻഡിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇത് നമ്മുടെ ഹാർട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് വാൽവ് ഉണ്ട്, ട്രൈക്കസ്പിഡ്. ഇവിടെ നമുക്ക് ബൈക്കസ്പിഡ്. ഇതിനെ നമ്മുടെ വെൻട്രിക്കുലാർ മസിലിനോട് ചേർത്ത് നിർത്തുന്ന സാധനമാണ് കോർഡേറ്റ് ടെൻഡിനെ. അപ്പോൾ ട്രൈക്കസ്പിഡ് വാൽവിൻ്റെ കോർഡേറ്റ് ടെൻഡിനേക്ക് ഡാമേജ് വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ട്രൈക്കസ്പിഡ് വാൽവിൻ്റെ കോർഡേറ്റ് ടെൻഡിനെ ഡാമേജ് ആയി. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഹാർട്ട് ഇഷ്ടമായോ? ഇതിനേക്കാൾ നല്ല ഹാർട്ട് നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. ഓക്കെ, അയോട്ടയിലേക്കുള്ള ബ്ലഡിന് അത് എഫക്റ്റ് ചെയ്യില്ല. കാരണം അയോട്ടയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാമേജ് വരണമായിരുന്നു അല്ലേ? യെസ് മോസിന, കുറേ കാലമായാലോ കണ്ടിട്ട് അല്ലേ? പേസ് മേക്കർ സ്റ്റോപ്പ് ചെയ്യില്ല, അത് ഇതുമായിട്ട് കണക്ഷൻ അല്ല. ബ്ലഡ് വിൽ ടെൻ ടു ഫ്ലോ ബാക്ക് ഇൻ ടു ദ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോയില്ല, കാരണം ഇവിടെയാണ് ഡാമേജ്. ബ്ലഡ് ഫ്ലോ ഇൻ ടു ദ പൾമണറി ആർട്ടറി വിൽ ബി റെഡ്യൂസ്ഡ് അല്ലേ? പൾമണറി ആർട്ടറി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വാൽവിന് അല്ലേ, ഈ കോർഡേറ്റ് ടെൻഡിനെയാണ് ഇങ്ങനെ നിർത്തുന്നത് വാൽവിന്. അപ്പോൾ കോർഡേറ്റ് ടെൻഡിന് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ വാൽവ് ഇങ്ങനെ ഇരിക്കും, കറക്റ്റായിട്ട് ഓപ്പണും ക്ലോസും ആവില്ല. അപ്പോൾ ബ്ലഡിന് ബാക്ക് ഫ്ലോ ഉണ്ടാകും, അത് പ്രഷറിനെ എഫക്റ്റ് ചെയ്യും. പ്രഷറിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകുന്ന ബ്ലഡിൻ്റെ എമൗണ്ടിനെ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്ന ബ്ലഡിൻ്റെ എമൗണ്ടിനെ അത് ബാധിക്കും. ദെൻ ഇമ്പൾസ് ഓഫ് ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ഫ്രം, എവിടെ നിന്നാണ് മക്കളെ നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ ആ ഇമ്പൾസ് സ്റ്റാർട്ട് ചെയ്യുക, ഒറിജിനേറ്റ് ചെയ്യുക? എവിടുന്നാ? വെരി ഗുഡ്, എസ് എ നോഡിൽ നിന്ന്. അതുകൊണ്ട് എസ് എ നോഡിനെ പേസ് മേക്കർ എന്ന് പറയുന്നത്. ദ കറക്റ്റ് റൂട്ട് വിച്ച് ഇൻ പൾസ് മേക്കിംഗ് ഇമ്പൾസ് ട്രാവൽ ഇൻ ദ ഹാർട്ട്. കറക്റ്റ് റൂട്ട് നമ്മൾ മിസ് നേരത്തെ ആ ഫ്ലോ ചാർട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലെ കറക്റ്റ് റൂട്ട് ഏതാ വരിക? കറക്റ്റ് റൂട്ട് ഏതാ? എസ് എ നോഡ് പുർക്കിഞ്ച അല്ല. എസ് എ നോഡ് എ വി നോഡ് ബണ്ടിൽ ഓഫ് എസ് പുർക്കിഞ്ച ഫൈബേഴ്സ് ഹാർട്ട് മസിൽ. എ വി നോഡ് ആദ്യം വരില്ല, ആദ്യം എസ് എ നോഡ് വരണം. എ വി നോഡ് ആദ്യം വരില്ല. Then അടുത്ത ക്വസ്റ്റ്യൻ, ട്രൈക്കാസ്പിഡ് വാൽവ് is found in between. ട്രൈക്കാസ്പിഡ് വാൽവ് എവിടെയാണ് കാണുന്നേ? യെസ്, ടീച്ചിങ് ടോർക്ക്. മിസ് എന്താണ് ഡൗട്ട് എന്ന് കണ്ടില്ലേ? ഒന്നുകൂടി പറയാവോ? മിസ് കണ്ടില്ല കേട്ടോ, ഡൗട്ട് എന്താണെന്ന് കണ്ടില്ല, ഒന്നുകൂടി പറയാവോ? കാർഡിയോളജിസ്റ്റിനെ കൊണ്ടുവരണോ? കൊണ്ടുവരാമല്ലോ, നമുക്ക് കൊണ്ടുവരാം കേട്ടോ. നിങ്ങളെല്ലാവരും കാർഡിയോളജിസ്റ്റും ഗൈനക്കോളജിസ്റ്റും അങ്ങനെ ഓരോരുത്തരൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണം. ഓക്കെ, യെസ്. എവിടെയാണ് കാണുന്നത് ട്രൈക്കാസ്പിഡ് വാൽവ്? ബിറ്റ്വീൻ റൈറ്റ് ഓറിക്കിൾ ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. യെസ്, ബി. ദെൻ ദ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഡ്രെയിൻ ബ്ലഡ് ടു ലിവർ ഫ്രം, എവിടെ നിന്നാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വരുന്നത്? എവിടെ നിന്നാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വരുന്നത്? എവിടെ നിന്നാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വരുന്നത്? ആ, വെരി ഗുഡ്, ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ്. ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ് ലിവറിലേക്ക്. ബിയാ, യെസ്, മിസ്സിൻ്റെ ബ്ലെസ്സിങ്സ് എൻ്റെ കുട്ടികളുടെ കൂടെ എന്നും ഉണ്ടാവുമല്ലോ. ബി എങ്ങനെയാണ് വരിക? കിഡ്നിയിൽ നിന്നാണോ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വരുന്നേ? പോർട്ടൽ വെയിൻ വന്നുപോയാ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നേ? ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ട് നേരെ ലിവറിലേക്ക് പോകുന്നല്ലേ പോർട്ടൽ വെയിൻ? എൻ്റെ മക്കളെ, ഇൻ മാമൽസ് വിച്ച് ബ്ലഡ് വെസൽ വുഡ് നോർമലി ക്യാരി ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് യൂറിയ? ഏറ്റവും കൂടുതൽ യൂറിയ ആരിലാണ് ഉണ്ടാവുക? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് നല്ല പോലെ അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ച്, എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സ്ക്രീഷൻ്റെ ചാപ്റ്ററുമായിട്ട് കുറച്ച് കൊളാബറേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ യൂറിയ എവിടെയാണ് ഉണ്ടാവുക? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലല്ല, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിനിലേക്ക് പോകുന്നേ ഉള്ളൂ. ഓക്കെ, യെസ്, ഹെപ്പാറ്റിക് വെയിനിലാണ് ഉണ്ടാവുക. ഹെപ്പാറ്റിക് വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്, റീനൽ വെയിൻ ഉണ്ടാവില്ല. റീനൽ വെയിൻ എന്താണ് മക്കളെ? ഓരോന്ന് നോക്കിക്കേ. ഇത് ലിവർ. ഓക്കെ, ലിവറിൽ വെച്ചിട്ടാണ് യൂറിയയുടെ ഫോർമേഷൻ. അപ്പോൾ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ, അതായത് മിസ് ബി കൊടുക്കുകയാണ്. ബി ബ്ലഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ ഉള്ളൂ. ഈ കൊണ്ടുവരുന്ന ബ്ലഡിൽ അമോണിയ ആണുള്ളത്. ഈ അമോണിയ ആണ് ഇതിനകത്ത് ഉണ്ടാവുക. ഈ അമോണിയനെ ലിവർ എന്താക്കി മാറ്റി? യൂറിയ ആക്കി മാറ്റി.
ഈ യൂറിയാണ് ആര് കൊണ്ടുപോകുന്നത്? ഹെപ്പാറ്റിക് വെയിൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ യൂറിയ ഉള്ള ബ്ലഡ് കൊണ്ടുപോകുന്നത് ഹെപ്പാറ്റിക് വെയിൻ ആണ്. ആ ബ്ലഡ് നേരെ നമ്മുടെ വീനാ കാവയിലേക്ക് പോയി. വീനാ കാവ അതിനെ എങ്ങോട്ട് കൊടുത്തു? നമ്മുടെ ഹാർട്ടിലേക്ക് കൊടുത്തു. ഓക്കെ, വീനാ കാവ അത് നമ്മുടെ ഹാർട്ടിലേക്ക് കൊടുത്തു. ഹാർട്ടിൽ നിന്ന് പിന്നെതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അതിങ്ങനെ വന്നിട്ട് അയോട്ട വഴി പുറത്തു പോവാണ്. അപ്പോഴേക്ക് കുറച്ച് അമോണിയ യൂറിയ അവിടെ ഇവിടെയൊക്കെ ലോസ് ആയിട്ടുണ്ട്. ഈ അയോട്ടയുടെ ഒരു ബ്രാഞ്ചാണ് ഡോർസൽ അയോട്ട. ഡോർസൽ അയോട്ടയാണ് ആർക്ക് കൊടുക്കുന്നത്? നമ്മുടെ കിഡ്നിക്ക് കൊടുക്കുന്നത്. ഡോർസൽ അയോട്ടയുടെ ബ്രാഞ്ചാണ് റീനൽ ആർട്ടറി. റീനൽ ആർട്ടറീൻ്റെ അകത്തും കമ്പാരിറ്റീവ്ലി കൂടുതലുണ്ടാകും, അയോട്ടയിലും ഉണ്ടാകും. ഇതിൽ നിന്ന് ഫിൽട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തു പോകുന്നതാണ് റീനൽ വെയിൻ. പിടികിട്ടിയോ? ഫിൽട്രേഷൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ റീനൽ വെയിൻ്റെ അകത്ത് യൂറിയ ഇല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലേ ഡോർസൽ അയോട്ടയിലും യൂറിയ ഉണ്ടാകും, റീനൽ ആർട്ടറിയിലും യൂറിയ ഉണ്ടാകും, ഹെപ്പാറ്റിക് വെയിനിലും യൂറിയ ഉണ്ടാകും. പക്ഷേ ഏറ്റവും കൂടുതൽ ആരിലാണ് ഉണ്ടാവുക? ഹെപ്പാറ്റിക് വെയിനിലാണ്. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ ഞാൻ എന്ത് തരികയാണ്? നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ കുറച്ച് വെള്ളം തരികയാണ്. ഞാൻ തരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ അതും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ കുറേ പോയി അവസാനം നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ ഞാൻ ആദ്യം തന്ന അത്രയും വെള്ളം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമോ? ഒന്നും വേണ്ട, ചോക്ലേറ്റ് എടുക്കാം. ചോക്ലേറ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഫുൾ ഡയറി മിൽക്ക് ഞാൻ തന്നു. നിങ്ങൾക്ക് തരുമ്പോൾ എന്തുണ്ടായിരുന്നു? നിങ്ങൾക്ക് തരുമ്പോൾ അതിനകത്ത് ഇത്രയും കട്ടകളുണ്ടായിരുന്നു. നിങ്ങൾ പകുതി വഴിക്ക് എത്തുമ്പോൾ ഒരു കട്ട കഴിച്ചു, പിന്നെ റോഡിലെത്തിയപ്പോൾ ഒരു കട്ട കഴിച്ചു, പിന്നെ ബസ് കയറിയപ്പോൾ അടുത്ത കട്ട കഴിച്ചു, ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത കട്ട കഴിച്ചു, വീട്ടിലെത്തിയപ്പോൾ അനിയനൊരു കട്ട കഴിച്ചു. നിങ്ങളുടെ കയ്യിൽ ആകെ 3 എണ്ണം ബാക്കി ഉണ്ടാവുള്ളൂ. അതേപോലെ പോകെ ഓരോ സ്ഥലത്ത് നഷ്ടപ്പെടും. പക്ഷേ തന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പ്ലീസ് റിപ്ലൈ എന്താണെന്ന് പക്ഷെ നോക്കട്ടെ. ഞാൻ ആ കമൻറ്റ് വീണ്ടും കണ്ടില്ല. ടീച്ചിങ് ടോർക്കൊന്നും പറഞ്ഞില്ലല്ലോ. മാം പ്ലീസ് റിപ്ലൈ മാത്രമേ കാണുള്ളൂ മക്കളെ. ടീച്ചിങ് ടോർക്കിൻ്റെ റിപ്ലൈ മെസ്സേജ് ഇവിടെ കാണുന്നില്ല കേട്ടോ. ഡയബറ്റീസ് വരെ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, അത് നിങ്ങൾ കഴിക്കണ്ട. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഹാസ് 2 സെപ്പറേറ്റ് സർക്കുലേറ്ററി സിസ്റ്റം? ഒരു വേഗം നമുക്ക് തീർക്കാം കേട്ടോ. ഓക്കെ, ഏതിലാണ് 2 സെപ്പറേറ്റ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടാവുക? 2 സെപ്പറേറ്റ് ആർക്കാണ്? 2 സെപ്പറേറ്റ് സർക്കുലേറ്ററി സിസ്റ്റം ആർക്കാ? നമ്മുടെ നോക്കുകയാണെങ്കിൽ ഷാർക്കിനില്ല, ഇതല്ല സെപ്പറേറ്റ് സിസ്റ്റം. 2 സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക്കും പൾമണറിയും. ലിസർഡിനില്ല, ഫ്രോഗിനില്ല, വെയിലിനുണ്ട്. വെയിൽ ഒരു മാമലാണ്, മാമൽസിന് 2 സെപ്പറേറ്റ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 2 സെപ്പറേറ്റ്? നിങ്ങൾ എന്താ സീയിലേക്ക് പോയത്? ഫ്രോഗ് ഒക്കെ ആംഫീബി അല്ലേ മക്കളെ? ആംഫീബിക്ക് എങ്ങനെയാണ് 2 സെപ്പറേറ്റ് സർക്കുലേറ്ററി സിസ്റ്റം? സിസ്റ്റമിക്കും പൾമണറിയും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ക്ലോസ്ഡ് ചേമ്പേഴ്സ് വേണം. ക്ലോസ്ഡ് ചേമ്പേഴ്സ് ഉള്ളവർക്കല്ലേ അതുണ്ടാവുള്ളൂ. ഓക്കെ, ആർട്ടറീസ് ആർ ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് ദ വെസൽസ് ഇൻ വിച്ച്? ആർട്ടറീസിനെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ആർട്ടറീസ് ആർ ബെസ്റ്റ് എക്സ്പ്ലെയിൻ വിത്ത്. എന്താണ് ആർട്ടറീസ്? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 1 2 3 4 ക്വസ്റ്റ്യൻസ്. ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുക. എന്ത് വന്നാലും ഞാനിത് തെറ്റിക്കൂല. ഓക്കെ, റെഡി? Supply oxygenated blood to different organs, carry blood away from the heart to different organs, break up into capillary which unite to form vein, carry blood from one visceral organ to another visceral organ. That is portal veins. Blood away from the heart to different organs, break up into capillaries which reunite to form vein. എല്ലാവരും vein ആയിട്ട് മാറുന്നില്ല. Okay, supply oxygenated blood to different organs. Oxygenated blood മാത്രമല്ല pulmonary artery deoxygenated blood supply ചെയ്യുന്നുണ്ട്. I can't message you here. പിന്നെ മെസ്സേജ് എങ്ങനെ റിപ്ലൈ തരും? ക്യാരി ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് ഓർഗൻ. ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് ഓർഗൻസിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആളാണ്. പിന്നെ അടുത്തത് നോക്കിയേ, ഫാസ്റ്റസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സം ഇൻജെക്റ്റബിൾ മെറ്റീരിയൽ മെഡിസിൻ ആൻഡ് വിത്ത് നോ റിസ്ക് ഓഫ് എനി കൈൻഡ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഇൻജെക്റ്റിംഗ്. നമുക്കൊരു മെഡിസിൻ ഇൻജെക്റ്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അത് എവിടേക്കാണ് ഇൻജെക്റ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് ദോഷമൊന്നുമില്ല, നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എവിടേക്കായിരിക്കും ഇൻജെക്റ്റ് ചെയ്യുക? ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണേ. വെരി ഗുഡ്. ഏതാണ്? വെയിൻസ് ആണ്. വൈ പക്ഷെ ചോദിക്കട്ടെ, വൈ? എന്തുകൊണ്ട് നിങ്ങൾ വെയിൻസ് എന്ന് പറഞ്ഞു? വൈ ഇറ്റ് ഈസ് വെയിൻസ്? എന്തുകൊണ്ടാണ് നിങ്ങൾ വെയിൻസ് പറയാൻ കാരണം?
എന്തുകൊണ്ടാണ് വെയിൻസ് പറയാൻ കാരണം? വെയിൻസ് നേരെ പോകുന്നത് ഹാർട്ടിലേക്കാണ്. ഹാർട്ടിൽ ആ മെഡിസിൻ എത്തിക്കഴിഞ്ഞാൽ ഹാർട്ട് അത് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ്. ദെൻ in veins, valves are present to check backward flow of blood flowing at. വെയിൻസിലൂടെ ബ്ലഡ് എങ്ങനെയാണ് മക്കളെ ഫ്ലോ ചെയ്യുക? പണ്ടേ അറിയാം, അതുകൊണ്ടാണ്. ഓക്കെ, വെയിൻസിലൂടെ ബ്ലഡ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക? അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണോ, ഹൈ പ്രഷർ, ലോ പ്രഷർ, ഓൾ ഓഫ് ദീസ്? വെരി ഗുഡ്. വെയിൻസിലൂടെ എന്താണ്? ലോ പ്രഷറിലാണ് ഒഴുകുക. അതുകൊണ്ടാണ് ബാക്ക് ഫ്ലോയ്ക്കുള്ള ചാൻസ് ഉള്ളത് അല്ലേ? ഹൈ പ്രഷറിൽ ഒഴുകുന്ന ഒരേ ഒരാൾ ആർട്ടറീസ് ആണ്. കാപ്പിലറീസിലൂടെയും വെയിൻസിലൂടെയും ലോ പ്രഷറിലും ലോ സ്പീഡിലുമാണ് ഒഴുകുക. ആർട്ടറീസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ്. ആർട്ടറീസ് ജനറലി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഒരാൾ ഒഴികെ ബാക്കിയെല്ലാം ഓക്സിജനേറ്റഡ് ആണ്. അതാരാണ് ആ ഒരാൾ? നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആർട്ടറീസ് ജനറലി ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ല ക്യാരി ചെയ്യുന്നത്, ബാക്കി എല്ലാവരുമാണ്. പൾമണറി ആർട്ടറി ആരാ മക്കളെ? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ? ബാക്കി എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ആണ്, പക്ഷേ പൾമണറി ആർട്ടറി ഡീഓക്സിജനേറ്റഡ് ആണ്. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെൻ്റെ കുട്ടികൾ കറക്റ്റ് ആക്കണം. ഓക്കെ. In adult human with average health has a systolic and diastolic pressure. ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരു നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ പ്രഷർ വെരി ഗുഡ് 120 mmHg to 80 mmHg. കിട്ടിയോ? റെഡിയാണോ? കിട്ടുന്നുണ്ടോ? സെറ്റ്. യെസ് റിയ, കിട്ടി. വരക്കാൻ മറക്കരുത്. യെസ്, നമ്മളിതേ അപ്പോൾ സമയമുള്ളവർ ഒരു 5 മിനിറ്റ് നിൽക്കാം, മിസ്സിൻ്റെ കൂടെ നമുക്ക് വരച്ചിട്ട് പോകാം, നമുക്ക് എല്ലാം മാർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഹാർട്ട് ആക്ച്വലി മിസ്സ് മറന്നു പോയതായിരുന്നു, പക്ഷെ നിങ്ങൾ ഓർമ്മിപ്പിച്ചത് നന്നായി. അപ്പം നമ്മുടെ ഹാർട്ട് നമുക്കറിയാം ഡബിൾ വോൾഡാണ്. ഈ ഡബിൾ ലെയറിനെ നമ്മൾ പെരികാർഡിയം എന്നാണ് പറയുക. പെരികാർഡിയം. ഇത് കുറച്ച് തിന്നാക്കട്ടെ, എന്നാൽ നമുക്ക് എല്ലാം എഴുതാൻ പറ്റും. ആൻഡ് ഇവിടെ സെപ്പറേഷൻ ഉണ്ട്. 2 ഏട്രിയംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇൻ്റർ ഏട്രിയൽ സെപ്റ്റം. ആൻഡ് ഇവിടെ നമുക്ക് വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാനുണ്ട്. 2 വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇൻ്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ആൻഡ് ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഓക്കെ, ഇതാണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇതാണ് സെപ്പറേഷൻസ്. ഇനി എൻ്റെ മക്കൾ നോക്കുക, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. റെഡി? ഇനി നമ്മൾ വാൽവുകൾ നോക്കുക. ഇവിടെ നമുക്ക് ട്രൈകാസ്പിഡ് വാൽവ്, ഇവിടെ നമുക്ക് ബൈകാസ്പിഡ് വാൽവ്. ട്രൈകാസ്പിഡ് വാൽവ്, ബൈകാസ്പിഡ് വാൽവ്. ഓക്കെ. ദെൻ നമുക്ക് ബ്ലഡ് വെസൽസ് ഉണ്ടല്ലേ. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ ഏതാ? സുപ്പീരിയർ വീന കാവ. താഴേന്ന് കൊണ്ടുവരുന്നത് ഇൻഫീരിയർ വീന കാവ. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തി. ഇനി ഇതാ ഇങ്ങോട്ടേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നു പൾമണറി വെയിൻ. റെഡി? ഇനി ബ്ലഡ് നമുക്ക് പുറത്തു പോകണം. ഇവിടെ എത്തിയ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പുറത്തു പോകുന്നു പൾമണറി ആർട്ടറി വഴി. സോ ദിസ് ഈസ് പൾമണറി ആർട്ടറി. ഇതാണ് ഒരേ ഒരു ബ്ലഡ് ആർട്ടറി ദാറ്റ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ഒരേ ഒരു ആർട്ടറിയാണ്. ആൻഡ് ഇവിടെ നിന്ന് പോകുന്നു നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡും കൊണ്ട്. അതാണ് നമ്മുടെ അയോട്ട. ദിസ് ഇസ് ദ ലാർജസ്റ്റ് ആർട്ടറി, അയോട്ട. ലാർജസ്റ്റ് ആർട്ടറിയാണ് അയോട്ട കേട്ടോ. ആൻഡ് അയോട്ടയിൽ നമുക്കിവിടെ വാൽവ് കാണാം.
അയോട്ടയിൽ കാണുന്ന വാൽവാണ് അയോട്ടിക് വാൽവ്. ഓക്കെ, ദിസ് ഇസ് അയോട്ടിക് വാൽവ്. താഴത്തെ എഴുതാം, നമുക്ക് കൂട്ടിച്ചേർത്ത് പേരെഴുതാണ്ട്. ദിസ് ഇസ് അയോട്ടിക് വാൽവ്. ആൻഡ് ഇവിടെ നമുക്ക് വാൽവ് ഉണ്ട്. ഇതാണ് പൾമണറി വാൽവ്. പൾമണറി ആർട്ടറിയിലുള്ള വാൽവ് പൾമണറി വാൽവ്. ഇവർ രണ്ടുപേരെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്നതാണ് സെമി ലൂണാർ വാൽവ്. ഓക്കെ, സെമി ലൂണാർ വാൽവ്. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ, നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇയാൾ. ഇവിടെയാണ് നമ്മുടെ സൈനോ ഏട്രിയൽ നോഡ്, ഇവിടെയാണ് നമ്മുടെ എ വി നോഡ്. ഓക്കെ, എസ് എ നോഡ്, റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ ചേംബറിലായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ എ വി നോഡ്. ഓക്കെ, യെസ്. ഇനി ബാക്കിയുള്ള ആൾക്കാരെ മിസ് മാർക്ക് ചെയ്ത് ഒരു ഇത് കാണിച്ചു തരാം. ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഏട്രിയം ആദ്യം കോൺട്രാക്ഷൻ ഇമ്പൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് എ വി ബണ്ടിൽ വരും. എ വി ബണ്ടിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങും. എന്നിട്ട് റൈറ്റ് ബണ്ടിൽ, ലെഫ്റ്റ് ബണ്ടിൽ, അതിങ്ങനെ വെൻട്രിക്കിൾസിൻ്റെ മസിൽസിലേക്ക് കയറി കഴിഞ്ഞാൽ പുർക്കിൻജെ ഫൈബേഴ്സ്. റെഡി? മിസ് സെറ്റായിരിക്കുന്നു കേട്ടോ. കാണില്ല, കുഞ്ഞാക്കാം. ഇപ്പം കണ്ടില്ലേ? ഇത് നമുക്ക് കുറച്ചൊന്ന് വേണമെങ്കിൽ താഴ്ത്താം. അനങ്ങണില്ലല്ലോ. അനങ്ങി. നമ്മുടെ ഹാർട്ട്. ഓക്കെ, യെസ് ശബരി, താങ്ക് യു. എസ് ഐ നോട്ട് സ്റ്റാർട്ട്സ് ദ ഹാർട്ട് ബീറ്റ്. ഞാൻ വെച്ച് എന്തോ ആൻസർ പറയാൻ വരികയാണെന്ന്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നാളെ കാണാം. നാളെ രാവിലെ ക്ലാസ് ഉണ്ട്, എക്സ്ക്രീഷനും ന്യൂറൽ കൺട്രോളും ആയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. അടിപൊളിയായിട്ട് ഉറങ്ങാം. നോട്ട് അയച്ചു നോക്കുക, ടെക്സ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റിവൈസ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ടാറ്റാ. താങ്ക് യു ദേവിക. ടാറ്റ, ബൈ ബൈ. യെസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം. ഒരു ടെൻഷനൊന്നും അടിക്കേണ്ട, ഫ്രീ ആയിട്ടിരിക്കുക, നല്ലപോലെ പഠിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു വരണം. അതെ, യെസ് അഭിജിത്ത്. യെസ്, ടെക്കിംഗ് ടോർക്കിൻ്റെത് എന്താണെന്ന് മിസ്സിന് മനസ്സിലായില്ല. ഇവിടെ പറയാത്തതുകൊണ്ട് മിസ്സിന് അറിയില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻസിൽ മിസ് റിപ്ലൈ ചെയ്യാം കേട്ടോ.